ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ടോക്സ് ആസ്നൽ. സോ നമ്മളിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഡെഡ് ലൈൻ ഡേ ആയ ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ. ടു ബി ഫെയർ, ആർസണൽ ഫാൻസിന് നോക്കുമ്പോഴത്തേക്ക് ഇത് ഡെഡ് ഡേ എന്ന് പറയാം, ഓർ ഡെഡ് മന്ത്. ആർസണൽ ബോർഡോ ആരും ഈ ട്രാൻസ്ഫർ വിൻഡോ തുറന്ന കാര്യം പോലും അറിഞ്ഞില്ല, അത് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവാൻ പോകുന്നു അറിഞ്ഞിട്ടുമില്ല. സോ കീപ്പിംഗ് ദാറ്റ് നെഗറ്റിവിറ്റി അസൈഡ്, ലെറ്റ്സ് കം ബാക്ക് ടു Arsenal City 5-1 win and ലുക്കിംഗ് ഫോർവേഡ് ടു ന്യൂ കാസിൽ ഗെയിം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സോ ഐ വിൽ വെൽക്കം ഹിം. സോ ബിഫോർ ദാറ്റ് നമുക്ക് പുള്ളീനെ പറ്റി ഒരു ഇൻട്രോ കൊടുക്കാം. നമ്മുടെ യൂട്യൂബ് ഫ്രട്ടേണിറ്റിയിലും മലയാള സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഇന്റർവ്യൂസും കുറെയൊക്കെ ചെയ്യുന്ന ഒരു യങ്സ്റ്റർ അജിൻ സ്റ്റീഫൻ എന്നാണ് പേര്. പല പല ചാനലിലും പല സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹിം. ഹായ് ബ്രോ. താങ്ക് യു. സോറി. അപ്പം അജിൻ സ്റ്റീഫൻ അല്ലേ ബ്രോ? എന്താണ് ബ്രോയിന്റെ ലൈക്ക് ആർസണൽ ഫാൻ ആവാനുള്ള ഒരു മെയിൻ ഫസ്റ്റ് തിങ് എന്താണ്? ഒരു മെയിൻ ഒരു മോട്ടിവേഷൻ കേട്ടില്ല ബ്രോ. അല്ല, ഈ ആർസണലിനോടൊരു ഇഷ്ടം തോന്നാനും ഫാൻ ആവാനുള്ള ഒരു മേജർ എന്താണ്? ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഫുട്ബോൾ കണ്ടു തുടങ്ങണ ഒരു 2010-12 ആ ടൈമിലൊക്കെ കുറച്ചുകൂടെ ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പൊ ആക്ച്വലി ഓസിൽ കാരണം ഞാൻ ആർസണൽ ഫാൻ ആയത് കുറച്ചുകൂടെ. പക്ഷെ പിന്നെ ഓസിൽ ലോങ് ടേം ഉണ്ടായിരുന്നു. പക്ഷെ ഓസിൽ വിട്ടുപോയപ്പോഴും എനിക്ക് സ്റ്റിൽ ആർസണൽ എനിക്ക് ഭയങ്കര ക്ലോസ് ടു ആട്ടോ. അപ്പം അങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിലും പലരും കപ്പ് കണ്ട് ഫാനായവരുണ്ടാവും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എനിക്ക് ആ ഫുട്ബോൾ കാണാൻ ഇഷ്ടമാണ് ആർസണലിനെ. ഇപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് പൊട്ടിപ്പാളിസ നിൽക്കുന്ന ഒരു കളിയാന്ന് വിചാരിച്ചു, സ്റ്റിൽ നമ്മള് വി പ്ലേ എ ഗ്രേറ്റ് ഫുട്ബോൾ എന്നും. അപ്പോ എനിക്ക് അതാണ് ആർസണൽ ഫാൻസ്. അപ്പോ അതുകൊണ്ട് എനിക്ക് ആർസണൽ ഈസ് ഓൾവേസ് നമുക്കൊരു ചെറിയ വിഷമ ആർസണല് തോക്കുമ്പോഴും, പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാണ്ടിരിക്കുമ്പോഴും, ചില നല്ല പ്ലേയേഴ്സ് പോകുമ്പോഴും. അപ്പോ അങ്ങനെ അപ്പം എല്ലാവർക്കും നമുക്കറിയാം ശ്രീനാഥ് ബാസി നമ്മുടെ ആർസണൽ ഫാനാണ്. പുള്ളിന്റെ അടുത്ത് ഇങ്ങനെ ആർസണൽ ചർച്ച എപ്പോഴേലൊക്കെ ചെയ്യാൻ ചാൻസ് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അപ്പോ പുള്ളി പറഞ്ഞിട്ടുണ്ട് 2003-4 സീസൺ പുള്ളി തിയറി എൻട്രി ആ ഒരു വൈബിലാ പുള്ളി ആർസണൽ ഫാൻ ആയത്. സ്റ്റിൽ പുള്ളി ആർസണൽ ഫാനാണ്. സ്റ്റിൽ പുള്ളി ആർസണൽ ഗെയിംസ് ഭയങ്കര ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂല് എന്റെ പുള്ളിയായിട്ടുള്ള ഇന്റർവ്യൂല് എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് മേഡ് ആൻ ആർസണൽ ഫാൻ. ഞാൻ അതൊക്കെ ഒരു വശം കണ്ടിട്ടാണ് ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, കീപ്പിംഗ് ദാറ്റ് അസൈഡ്, ലെറ്റ്സ് കം ബാക്ക് ടു ആർസണൽ. ഇന്നലത്തെ കളി കണ്ടായിരുന്നു, ലൈക്ക് 5-1 വിക്ടറി. ഒരു സ്റ്റേറ്റ്മെന്റ് വിക്ടറി ആയിട്ട് നമുക്കത് ലിറ്ററലി പറയാം. ഇൻ ടേംസ് ഓഫ് ലീഗ് അല്ല ഞാൻ പറയുന്നത്, അഗെയിൻസ്റ്റ് സിറ്റി. നമ്മൾ വർഷങ്ങളോളം സിറ്റിക്കെതിരെ എത്രത്തോളം അലമ്പായിട്ട് തോക്കാൻ പറ്റുന്നു അങ്ങനെ പല പ്രാവശ്യം തോറ്റിട്ടുണ്ട്. റീസെന്റ് ഒരു 2 വർഷങ്ങളായിട്ട് നമ്മൾ തോൽവിയില്ല, പക്ഷെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വിക്ടറി അവരുടെ മേൽ ഉണ്ടായിട്ടില്ല. നമ്മൾ 1-0 ജയിച്ച പോലും അത് സാറ്റിസ്ഫാക്ടറി വിക്ടറി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ജയം ഒരു ബിഗ് 6 ടീമായിട്ടൊക്കെ നമ്മൾ ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതാണ്. എന്താണ് ആ ഒരു ഗെയിമിനെ പറ്റി ഇന്നലെ കണ്ടിട്ട്? ആക്ച്വലി ഞാൻ ടുവേർഡ്സ് ദ എൻഡാ കുറച്ചുകൂടെ കാണുന്നത്. എനിക്ക് ഫസ്റ്റ് ഒരു 30-45 മിനിറ്റ്സ് മിസ്സായി. ഞാൻ പുറത്തു പോയിട്ട് വന്നൊരു താമസം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഞാൻ ഹാഫ് ടൈമിൽ ആക്ച്വലി സ്കോർ കാണുന്നത് ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കുറച്ചുകൂടെ നൈസ് ഓഫ് ദ നൈസസ്റ്റ് ആയിരുന്നു. നമ്മളത്ര ഭയങ്കര സീൻ ടെറർ ആയിരുന്നില്ല. സെക്കൻഡ് ഹാഫ് ഒരു 70-80 ഒക്കെ ആയപ്പോ ഞാനിങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ്, ശരിക്കും ആർസണൽ നമുക്ക് ആർട്ടറ്റിക്ക് വട്ടായതാണോ അതോ പ്ലേയേഴ്സിന് മുഴുവൻ വട്ടായതാണോ എന്നുള്ള. കാരണം ഇപ്പൊ സിറ്റി ആയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു തുടങ്ങുന്ന കാലം മുതലേ സിറ്റി ആയിട്ട് ജയിക്കാൻ പാടാ ആ ടൈമില്. അപ്പോ ഇറ്റ്സ് ലൈക്ക് എനിക്ക് സിറ്റി ഇഷ്ടം. സിറ്റിയിലെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഡേവിഡ് സിൽവ, നാസ്രി,
ജീസസ് നവാസ്, അഗ്വർ, എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സിറ്റി എന്ന് പറയാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹോമില് അവര് നമ്മുടെ എവയില് അവര് കാണിച്ചത് വെച്ചിട്ട് നോക്കുമ്പോ എനിക്ക് ആ ക്ലബിനോടുള്ള ഒരു റെസ്പെക്ട് പോയി. നമ്മള് ഭയങ്കര എന്തൊക്കെയാണെങ്കിലും വട്ടെവർ നമുക്ക് ആർസണലാണ് ഫേവറേറ്റ്. പക്ഷെ ഇന്നലെ ശരിക്കും നമ്മൾ അവരെ ഭയങ്കര വിഷമിപ്പിച്ച് കളഞ്ഞു, സങ്കടപ്പെടുത്തി, ഒരുപാട് ഒരു വിഷമിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫൈനൽ വിക്ടറി എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു 2 സീസൺ മുമ്പ് നമ്മൾ ആദ്യത്തെ 3 കളി പൊട്ടി തുടങ്ങിയ ഒരു സീസൺ ഉണ്ടല്ലോ. അണ്ട് നമ്മൾ ടോപ്പ് 4 ഫിനിഷ് ചെയ്ത് ലേനോ ആയിരുന്നു ഒന്ന് കീപ്പർ, നല്ലോണം വാങ്ങിച്ചു കൂട്ടിയ ഒരു സീസൺ. അപ്പൊ എനിക്ക് അതൊക്കെ കഴിയുമ്പോ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമായി. എന്നാണാവോ നമ്മുടെ ക്ലബ്ബ് ഇങ്ങനെ ജയിക്കാൻ പറ്റാന്ന് എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മറ്റേ വാട്ട് ഇഫ് ഞാൻ എന്റെ ഓഫീസിലെല്ലാരും പല ക്ലബുകളുടെ ഫാനാ. ഇപ്പൊ അവര് ലിവർപൂളില്ല, മാന്യു ഉണ്ട്, റയൽ ഉണ്ട്, ചെൽസി ഉണ്ട്, ബാർസ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, വാട്ട് ഇഫ് ഐ വാസ് എ സിറ്റി ഫാൻ, വാട്ട് ഇഫ് ഐ വാസ് എ ബാർസ ഫാൻ. പക്ഷെ എനിക്ക് ഇപ്പൊ ലാസ്റ്റ് സീസൺ ഞാൻ പെറ്റ് വെച്ചതാ. ലാസ്റ്റ് നമ്മള് കപ്പ് ഉറപ്പിച്ച് ഫുൾ സീസൺ നമ്മളെ മറ്റേ ടോപ്പിൽ നിന്ന സമയത്ത് ഞാൻ ബെറ്റ് വെച്ചത് ഓഫീസിൽ, ഈ കൊല്ലം ഞങ്ങൾക്കാണ് കപ്പ്, പിന്നെ എന്തിനാ. പക്ഷെ അതൊക്കെ പിന്നെ ഞാനത് കുറച്ചുകൂടെ എല്ലാവരും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ഓൺ ഫാൻസ് ഉണ്ടല്ലോ, അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ആവേശം കൊള്ളരുത് നമ്മളെ ക്ലബ് അങ്ങനെ. അപ്പൊ ഇന്നലത്തെ വിക്ടറി ശരിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷായി. കുറച്ച് ആളത്തൊരു വിഷമം ഉണ്ടായിരുന്നു, അത് ഒന്ന് തീർന്നു, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റി. അതെ, ഇറ്റ്സ് ലൈക്ക് ഇത് നമുക്ക് ഇന്നലത്തെ വിക്ടറി സത്യം പറഞ്ഞാൽ ഈ പ്രീമിയർ ലീഗിലോട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇടുക എന്ന് ഒന്നും എനിക്ക് അത്രയ്ക്ക് ഈ ഒരു സീസണിൽ അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് വിക്ടറി ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സിറ്റിക്കെതിരെ അതൊരു പക്ക സ്റ്റേറ്റ്മെന്റ് ആയി പോയി എന്ന് ക്ലിയർലി പറയാം. ആ ഒരു സ്വീറ്റ് അതായത് ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു ഹൗ വി ക്യാൻ ബീറ്റ് സിറ്റി. അല്ലെങ്കിൽ യൂറോപ്യൻ ജയൻസിന് മാത്രമല്ല സിറ്റിനെ പൊട്ടിക്കാൻ പറ്റുക, ഇംഗ്ലീഷ് ക്ലബിനെ. ഇപ്പൊ വി ഷോഡ് ചെൽസി, വി ഷോ ലിവർപൂൾ, വി ഷോഡ് എവ്രി വൺ. ഇങ്ങനെ പൊട്ടിക്കുക അവരെ. അത് വിത്തൗട്ട് റോഡ്രി അവരൊന്നുമല്ല എന്നുള്ളതാണ് എഗെയിൻ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇപ്പൊ പലരും പറഞ്ഞില്ലേ റോഡ്രിക്ക് എന്തിനാണ് ബാലൻഡിയോർ കാണിച്ചു, സിറ്റിയുടെ സ്റ്റാറ്റ് കാണിച്ചു കൊടുത്താൽ മതി, എപ്പൊ പറയും റോഡ്രിക്ക് എന്തിനാ ബാലൻഡിയോർ എന്ന്. റോഡ്രി കീ അവരുടെ ഇന്നലെ, അത് റോഡ്രി ആണ് അവരുടെ മെയിൻ. ഇപ്പോഴും അവരെ മനസ്സിലായില്ല അവരുടെ മെയിൻ റോഡ്രിയാ. നോ ഹാലൻഡ്. ഇപ്പം ഡിബ്രൂടെ ഒക്കെ ഉണ്ടെങ്കിലും ഹാലൻഡ് ഹാസ് നത്തിങ് ടു ഡു. എപ്പോഴും പറയും ഹാലൻഡ് എംബാപ്പെ, ഹാലൻഡ് വിത്തൗട്ട് ബോൾ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഹാലൻഡ് ഒന്നുമല്ല. നല്ലൊരു ഡിഫൻഡർ വന്ന ഹാലൻഡ് ഒന്നുമല്ല. അതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തു ഇന്നലെ. അതാണ്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പറയും പ്രീമിയർ ലീഗ്, വി ഷോ പ്രീമിയർ ലീഗ്, കുറെ പേജസിൽ നമ്മൾ കണ്ടു, നമ്മൾ പ്രീമിയർ ലീഗിൽ അങ്ങനെ ചെയ്തു. ഇറ്റ്സ് ഹൈ ടൈം ടു സേ നമുക്ക് കുറച്ചത്ര നല്ല സമയമൊന്നും അല്ല. അപ്പോ വി ഷുഡ് ബിലീവ് നമ്മുടെ ക്ലബിനെ എപ്പോഴും നമ്മള് ക്രിട്ടിസൈസിങ് പോയിന്റിലെ കാണാവുള്ളൂ. ഈ വിക്ടറി ഭയങ്കര സംഭവമാണ് എന്നുള്ളതല്ല, ബട്ട് വി മാനേജ്. യെസ്റ്റർഡേ നമ്മൾ ബ്രില്യന്റ് ആയിരുന്നു. അതെ, ഇപ്പം മേജർലി ഇപ്പം നമ്മൾ സത്യം പറഞ്ഞ എന്റെ പെർസ്പെക്റ്റീവിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലിവർപൂൾ ഓക്കെ, അവർക്ക് ബെഞ്ച് സ്ട്രെങ്ത്തും ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇഞ്ചറി ക്രൈസിസിൽ നിൽക്കുന്ന ഇപ്പൊ മേജർ ആയിട്ടുള്ള നമ്മുടെ സാക്ക ഇല്ല, നമ്മുടെ ഇവിടെ സൈഡ് ലൈൻ എഫ് സിന്ന് അലക്സും ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് അലക്സ് ബ്രോ. ഹായ്. അപ്പം ഈ പറയുന്ന ഇത്രയും ഇഞ്ചറീസും വെച്ചിട്ട് നമ്മൾ ലീഗിൽ ഇപ്പോഴും ടോപ്പിൽ നിൽക്കുന്നു. UCL നമ്മളിപ്പം റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്തു. ഇങ്ങനത്തെ ഒരു സിനാരിയോ വേറൊരു ക്ലബിന് ഉണ്ടായിരുന്നെങ്കിൽ, ലെറ്റ്സ് സേ ഈ ഒരു ടൈപ്പ് ഓഫ് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ലിവർപൂളിന് ഇപ്പൊ സാല ഇല്ല, അല്ലെ വാൻഡൈക്ക് ഇല്ല, അങ്ങനെ ഒരു 2 മേജർ അവരുടെ ഇഞ്ചറീസ് ഉണ്ടായിരുന്നെങ്കിൽ വിൽ ദേ ബി ഓൺ ടോപ്പ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? അങ്ങനത്തെ ഇത്രയും സ്ട്രോങ് മെന്റാലിറ്റിയോട് കൂടെ, അതായത് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും അവർക്ക്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ട്. ഇപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നെക്സ്റ്റ് സീസൺ എല്ലാരും പറയും മറ്റേ എല്ലാരും എവ്രി വൺ ഈസ് ഐങ് ഓൺ മാൻ യുണൈറ്റഡ്, അമറിന് എന്തൊക്കെയാ ചെയ്യാൻ പോണെന്നുള്ളത്.
ബട്ട് ഐ എം ക്യൂരിയസ് എന്താണ് സാലേനെ വെച്ച് ഇപ്പൊ അർണെ സ്ലോട്ട് അയാളുടെ പ്ലേയേഴ്സിനെ വെച്ച് ചെയ്യാൻ പോണെ. ട്രെൻഡ് പോവും, ഹു വിൽ ബി ദ ട്രെൻഡ് റീപ്ലേസ്മെന്റ്, ഹു വിൽ ബി ദ, അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഇപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടോന്ന് ചോദിച്ചാൽ വി ആർ സംഹൗ മിസ് ടു എ പ്ലാൻ ബി. നമ്മള് അതെ എനിവേ നിയർ ടു പ്ലാൻ എ, ആ പ്ലാൻ എ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ അതെ അതെ ഇന്നലെ എനിക്ക് തോന്നുന്നു, ഇഫ് വാട്ട് ഇഫ് റൈസ് ഹാഡ് ആൻ ആവറേജ് ഡേ, അതെ റൈസിന് ഒരു ഇന്നലെ ഒരു ആവറേജ് ദിവസമായിരുന്നെങ്കിൽ മറ്റേ നമ്മള് ചിലപ്പോ ഒരു 1-1 അല്ലെങ്കിൽ ഒരു 2-2 പരിപാടി ആയേനെ. അതെ അപ്പൊ ഈ നമുക്ക് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ എനിക്ക് പറയണോണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ കുറെ പേര് എന്താ പറഞ്ഞാല് നമ്മൾ ഭയങ്കര ഓവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലേയേഴ്സിനെ. അതെ അപ്പോ ഇവൻ മാർട്ടിനെല്ലിയില് ഈ ഒരു റഫ് പാച്ച് ആരെക്കാളും മുമ്പ് ഞാൻ ഇങ്ങനെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട് അയാൾക്ക് ഇങ്ങനെ റഫ് പാച്ച് വരും. കാരണം അയാളെ നമ്മൾ ഭയങ്കര ഓവർ യൂട്ടിലൈസ് ചെയ്തു. അതെ സാക്കേന അത് തന്നെ ചെയ്തു. സാക്കേന ആക്ച്വലി ഈ സീസണെങ്കിലും വി ഷുഡ് ഹാവ് ഗെറ്റ് എ പ്രോപ്പർ ഒരു പുള്ളിയുടെ ഒരു തൊട്ട് കവറിൽ, അതായത് പുള്ളി ഒരു 70 മിനിറ്റ്സ് കളിച്ചാൽ മതി എല്ലാ അതെ മാച്ചും. 60 മിനിറ്റ്സ് 70 മിനിറ്റ്സ് ആർട്ടേറ്റ പറയാം, നീ ഒരു 60 മിനിറ്റ് കളിച്ചാൽ മതി, അതെ ബാക്കി മറ്റേ ഇറങ്ങിക്കോളും. എന്നിട്ട് നമ്മൾ ആരെ കൊണ്ടുവന്നേ, സ്റ്റെർലിങ്ങിനെ കൊണ്ടുവന്നു. പക്ഷെ അതെ അവിടെയും ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെർലിങ് എല്ലാ ക്ലബിലും 20-25 അല്ലെങ്കിൽ ആ ആവറേജ് അത്രയും സ്കോർ ചെയ്തിട്ടുണ്ട് മിക്ക സീസണിലും. ഉം. സ്റ്റെർലിംഗ് സ്കോർ ചെയ്യാതിരിക്കുന്നത് ആർസണൽ മാത്രമാണ്. നാളെ അല്ല സ്റ്റെർ ചെൽസിയിലും ഉണ്ടായിരുന്നു, ചെൽസിയിലും ചെൽസി കുറച്ച് റഫ് ടച്ച്. ചെൽസിയിലും ഉണ്ടായിരുന്നു. ചെൽസിയിൽ പക്ഷെ സെൽഫിഷ് പ്ലേയുടെ പേരിലാണ് കുറെ ക്രിറ്റിസിസം കിട്ടിയത്. അതെ പുള്ളി ഗോൾസിന്റെ പേരിൽ കിട്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ പറയുന്നത് ആർസണലിലെ ഇപ്പൊ ആർസണലിലെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നേ പറയുള്ളൂ. ഉം. അത് ആളുകൾ പറയാം, കാരണം നമ്മുടെ ക്ലബിനെയാണ് എപ്പോഴും വിമർശിക്കുക. അപ്പോ ഡെഫിനറ്റ്ലി അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് പ്ലാൻ ബി ഇല്ല. ഉം. ഏത് ടീമാണെങ്കിലും പ്ലാൻ ബി ഉണ്ടാവും. അവർക്ക് ഇന്നൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. അപ്പൊ ഒരു 5 പ്രയോറിറ്റി സൈനിങ്സ്. ഇഫ് എ കിട്ടിയില്ലെങ്കിൽ ബിയിലേക്ക് പോകും, ബി കിട്ടിയില്ലെങ്കിൽ സിയിലേക്ക് പോകും, സി കിട്ടിയില്ലെങ്കിൽ ഡിയിലേക്ക് പോകും. നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് മുദ്രിക്കിന്റെയും അല്ലെങ്കിൽ നമുക്ക് മിസ് ഔട്ട് ആയ ട്രാൻസ്ഫർ സിനാരിയോസ് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മള് കൺസൈഡോക്ക് വേണ്ടി ട്രൈ ചെയ്തു ആ അതെ ഒരു സിറ്റുവേഷനിൽ, നമ്മൾ വ്ലാഹോവിച്ചിന് വേണ്ടി ട്രൈ ചെയ്തു, മുദ്രിക്കിന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ നമ്മൾ അവരുടെ ഒപ്പം, അതായത് അവരുടെ ഒപ്പം നമ്മൾ ട്രൈ ചെയ്ത പ്ലേയേഴ്സിനെ നമ്മൾ ഓർക്കുന്ന പോലുമില്ല ലിറ്ററലി. പക്ഷെ ആകെ ആകെ മുഡ്രിക്കിന്റെ സമയത്ത് മാത്രം നമുക്കൊരു പോസിറ്റീവ് സൈനിങ് കിട്ടിയത് ട്രൊസാർഡായിരുന്നു. അല്ലാണ്ട് വേറെ ഈ ട്രൊസാഡ് പറയുന്ന പക്ഷെ ട്രൊസാഡ് എന്നാലും ഒരു ഡൗൺ ഗ്രേഡ് ആന്ന് പറഞ്ഞവരുണ്ടായിരുന്നു ഒന്ന്. ട്രൊസാഡ് അതെ ആക്ച്വലി ഒരു സാധാ പ്ലെയറാ, പക്ഷെ നമ്മുടെ മെന്റാലിറ്റി കൊണ്ടാണ് ട്രൊസാഡ് അപ്ലിഫ്റ്റ് ആയത്. അതെ അതെ അത് ആർട്ടേറ്റയുടെ മാനേജിങ് സ്കില്ല, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അത് ഒഡെഗാർഡ് ഇമ്പ്രൂവ് ആയതും, അല്ലെങ്കിൽ ബെൻ വൈറ്റിന്റെ പൊസിഷൻ മാറ്റിയിട്ട് ബെൻ വൈറ്റിന് ഡൗൺ ആവാതിരുന്നതും ഒക്കെ മെന്റാലിറ്റി കൊണ്ടാ. പക്ഷെ ഇവന്തോ നമുക്ക് പ്ലാൻ ബി ഇല്ല. ബാക്കി എല്ലാ ക്ലബിനും ഉണ്ട്. ഇപ്പൊ മുദ്രിക്ക് വർക്കായില്ല, ചെൽസി എന്ത് ചെയ്തു നെക്സ്റ്റ് സീസൺ ആസ് സൂൺ ആസ് ദേ ഗോട്ട് പെട്രോനെറ്റോ. എന്നാലോചിച്ചു അതെ പെട്രോനെറ്റോടെ ആ ബൗൺ ഷോട്ട്, നമുക്കെതിരായിട്ടുള്ള ആ ബൗൺ ഷോട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ഒരു ബാക്കപ്പ് ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു പ്ലെയർ. ഇപ്പൊ ലിവർപൂളൊക്കെ ഒന്ന് ആലോചിച്ചു, കോഡി ഗ്യാപ്കോ, ലൂയിസ് ഡയസ്, കോഡി ഗ്യാപ്കോ, മറ്റേ സോബോട്സ്ലോയ്, സെറ്റ്. അൽക്കാൻഡ്രോ പോയ ഗ്യാപ്പിൽ അവർ കൊണ്ടുവന്ന പ്ലെയറിനെ ആലോചിച്ചാൽ മതി. അൽക്കാൻഡ്രോ അവർക്ക് വർക്കായില്ല. അവര് അതെ നെക്സ്റ്റ് സ്പോട്ടിൽ അവര് മറ്റേ മക്കാലിസ്റ്റർക്ക് വേണ്ടി പോയി എന്നുള്ളതാണ്. അതെ ഒരു സീസൺ ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ ദേ ഗോഡ് മക്കാലിസ്റ്റർ. അതെ വാല്യൂ ഫോർ മണി സൈനിങ്. അതാ, നമുക്ക് പ്ലാൻ ബി ഇല്ല. പ്ലാൻ അതെ ബി ഉണ്ടാവട്ടെ എന്നാ ഞാൻ ആശംസിക്കണം. അതെ അലക്സ് ബ്രോ, എന്തായാലും ഡേവിഡ് ഓൺസ്റ്റീന്റെ പുതിയ അപ്ഡേറ്റ് ഒക്കെ കണ്ടായിരുന്നല്ലോ. ആർസണൽ കഴിഞ്ഞു, ട്രാൻസ്ഫർ വിൻഡോയിൽ ഒന്നും ഓർക്ക് നോക്കുന്നില്ല എന്നൊരു അപ്ഡേറ്റും കൂടെ വന്നതോടെ എന്തേലും ആർക്കെങ്കിലും ഉള്ള പ്രതീക്ഷ അതും കൂടെ പോയി കിട്ടി. ഇപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ പ്രതീക്ഷ വെക്കാത്തതുകൊണ്ട് നമുക്ക് അത്ര ഇതില്ലെങ്കിലും ഉള്ള പ്രതീക്ഷ വെച്ച് ആ ഫൈനൽ മിനിറ്റിൽ ഓസിൽ പോലത്തെ പാർട്ടെ പോലത്തെ സൈനിങ് വരുമെന്ന് ആഗ്രഹിച്ചവരുടെ മനസ്സും കൂടെ മടുപ്പിച്ചു. അപ്പം ഈ ഒരു സമയത്ത് നമ്മള് ഇങ്ങനെ ഒരു സിനാരിയോ, ജെസൂസ് ഇല്ല,
സാക്ക ഇത്ര നാളായിട്ടില്ല എന്നൊരു സമയത്ത് നമുക്ക് ഇത്രയും ബൂസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗെയിം 5-1 വിക്ടറി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു കളിയിൽ നിന്നും ഇതെങ്കിലും ആർസൽ ബോർഡ് മനസ്സിലാക്കാത്തതാണോ, അതും പിന്നെ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, ലോങ് ടേം നമ്മൾ ഈ സീസണിൽ ഇനി ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റൂല എന്ന് ബോർഡിന് തോന്നിയത് കൊണ്ടാണോ വെയിറ്റ് ചെയ്യുന്നത്, എന്താണ് അതിനെപ്പറ്റി ജസ്റ്റ് ഓൺ എ ഗ്ലാൻസ് ട്രാൻസ്ഫർ വിൻഡോ? അവിടെ ട്രാൻസ്ഫർ വിൻഡോന്റെ കാര്യത്തിൽ ഇനിയിപ്പോ പറയാനായിട്ട് നമുക്കിപ്പോ മനസ്സിലായി, ഇനിയിപ്പോ കാര്യമായിട്ട് നമുക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല ഈ സീസണിൽ. നമുക്ക് വിത്തൗട്ട് എ സ്ട്രൈക്കർ, വിത്തൗട്ട് എ പ്രോപ്പർ സ്ട്രൈക്കർ നമ്മൾ ഈ സീസൺ ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ തേക്കുന്നു പറഞ്ഞാലും നമുക്കിനി വേറെ ഒന്നും വൃത്തിയില്ല. ഇവിടെ ഇപ്പൊ രണ്ട് ഓപ്ഷനുള്ളത്. നമുക്കൊന്നില്ലെങ്കിൽ ഹാവേർഡ്സിനെ കണ്ടിന്യൂസ് എന്തായാലും അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലെയർ ഓൾറെഡി ഒരു കോൺഫിഡൻസ് അത്ര ടോപ്പിൽ നിൽക്കുന്ന ഒരു സമയമല്ല പ്ലെയറിന്റെ ഭാഗത്തും. ഇപ്പൊ ഇന്നത്തെ മത്സരത്തിലെ പോലെ സിറ്റേഴ്സ് മിസ്സാവുന്ന അവസരങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരാം. സോ പിന്നെ അതിനൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഇപ്പൊ തന്നെയുള്ള ലൈനപ്പിൽ ഒരു പ്ലെയറെ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടേക്ക് യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഉള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, മേ ബി ഇതൊരു സാധ്യത മാത്രമാണ്, മാർട്ടിനെല്ലിനെ ഇടയ്ക്ക് ചെറിയ കുറച്ച് മത്സരങ്ങളിൽ മാത്രം സ്ട്രൈക്കർ റോളിൽ, കുറച്ചു കാലം മുമ്പാണ്, ഇപ്പോഴൊന്നുമല്ല, ഗബ്രിയേൽസ് ഒക്കെ വരുന്നതിന് മുമ്പ് ആ ഒരു ടൈമിലെപ്പോഴാണ് മാർട്ടിനെല്ലിനെ സ്ട്രൈക്കർ റോളിൽ കളിപ്പിച്ചിട്ടുണ്ട്. ട്രൊസാർഡും ഏതോ കുറച്ച് മത്സരങ്ങളിലും സ്ട്രൈക്കർ റോളിൽ കളിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ ഞാൻ ആസ് എ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഹാവേർഡ്സ്, ട്രൊസാർഡ്, മാർട്ടിനെല്ലി ഈ മൂന്ന് പേരുടെയും ഒരു സൈക്കിളിൽ മേ ബി ഇപ്പൊ ആ ഒരു മിക്സിലേക്ക് സാക്കയും കൂടി തിരിച്ചു വരുമ്പോൾ വിങ്ങിന്റെ കാര്യത്തിൽ ഒരാള് ഒന്ന് വേക്കന്റ് ആവുമല്ലോ. സോ മേ ബി ആ ഒരു ക്രൈറ്റീരിയ ആയിരിക്കും ഇനിയിപ്പോ റെസ്റ്റ് ഓഫ് ദി സീസൺ നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് റിയലിസ്റ്റിക്കലി നമുക്കിനി ഈ സീസണിൽ കിട്ടാനുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ മിറാക്കിൾ പോലെ നമുക്ക് സൈനിങ് പറഞ്ഞാൽ എന്തായാലും അതിന്റെ സാധ്യതകളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. നമ്മുടെ ക്ലബ് അത്ര മിറാക്കിളിന് പേര് കേട്ട ക്ലബ് അല്ലാത്തത് കൊണ്ട് വലിയ മിറാക്കിളൊന്നും ഇനി എക്സ്പെക്ട് ചെയ്യണ്ട. പിന്നെ വേറെ കാര്യം, ഇതിനകത്ത് ഇപ്പൊ പ്ലെയറെ സൈൻ ചെയ്യാത്തവര് ഒറ്റ കാര്യം, 33 ദിവസമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇനി 4 മണിക്കൂർ കൊണ്ട് ചെയ്യുമെന്ന് വല്ലതും തോന്നുന്നു? ഇല്ല. അപ്പം അത് ചെയ്യില്ല. എനിക്ക് ലാസ്റ്റ് വാട്കിൻസിന് വേണ്ടി ഒരു മൂവ് നടത്തണമെന്ന് കേട്ടപ്പോഴേ മനസ്സിലായി അത് വെറും PR മൂവ് ആണ്, പരിപാടി കഴിഞ്ഞു എന്നുള്ളത് ഏറെക്കുറെ ബോധ്യപ്പെട്ട കാര്യമാണത്. അത് കഴിഞ്ഞുമാണ്. പിന്നെ നമുക്കിനി ഇതിന് ഇപ്പൊ നമ്മള് മാനേജ്മെന്റിനെ കുറ്റം പറയുമ്പോൾ നമ്മളിപ്പോ പറയണ്ടേ, ആർഡറ്റ് പത്രസമ്മേളനങ്ങളിൽ വന്നിരുന്നിട്ട് ഷോർട്ടാണ്, എനിക്ക് പ്ലെയറിനെ വേണം എന്നുള്ള ആവശ്യങ്ങൾ, ലൈക്ക് പ്ലീഡിങ് വിത്ത് ദ മാനേജ്മെന്റ് കൈൻഡ് ഓഫ് തിങ് നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചെറിയൊരു ഒരു വാദം എന്നല്ല, ചെറിയ സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരണം. ഇപ്പൊ ലൈക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് ക്ലാസ് സ്ട്രൈക്കേഴ്സിന്റെ പേരൊക്കെയാണ് പറഞ്ഞത്, എസ്കോ, ഇസാക്ക്. എവിടെ എന്തായാലും നല്ലൊരു എമൗണ്ട് പൊട്ടിക്കേണ്ടി വരും. ഇസാക്കിനൊക്കെ കൊണ്ടുവരണമെങ്കിൽ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് പൊട്ടിക്കേണ്ടി വരും ചിലപ്പോ. ഇത്രയും എമൗണ്ടിന് നമ്മൾ 120 വരെ പോവാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ റൈസിന് പൊട്ടിച്ചതിന്റെ അടുത്തൊക്കെ തന്നെ പൊട്ടിക്കേണ്ടി വരും. ഇപ്പൊ ആ ഒരു പ്ലെയറിനെ വിന്ററിൽ കൊണ്ടുവന്നു. ആൻഡ് ഇൻ കേസ് നമ്മള് പ്രീമിയർ ലീഗ് അടിക്കും എന്നുള്ളതിന് എന്ത് ഉറപ്പാണ് ഇപ്പൊ മാനേജ്മെന്റിന്റെ മുമ്പിലുള്ളത്? നമ്മുടെ ഇപ്പോഴത്തെ റിയലിസ്റ്റിക് പൊസിഷൻ നമ്മൾ നോക്കണം. തിയററ്റിക്കലി 9 പോയിന്റ് നമ്മൾ താഴെയാണ് ലിവർപൂളിനേക്കാളും. പറയാം, ലിവർപൂളിൽ ഒരു മത്സരം ഉണ്ട്, അവരുടെ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് അവർ ജയിക്കാൻ തന്നെയാണ് ചാൻസ്. തിയററ്റിക്കലി 9 പോയിന്റിന്റെ വേരിയേഷൻ നമുക്കുണ്ട്. ഇനി ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് മത്സരങ്ങളൊക്കെ വരാൻ കിടക്കുന്നുള്ളൂ. അപ്പൊ ഇനി നമ്മുടെ ഫിക്സ്റ്റേഴ്സ് ഇനിയും കുറച്ചും കൂടി കൺജസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇനിയിപ്പോ മത്സരങ്ങൾ, ചെറിയ മത്സരങ്ങൾ കൂടി നമുക്ക് ചിലപ്പോൾ ടഫായി തോന്നിയേക്കാം. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഒരു ഫുൾ ബാങ്ക് ചെയ്ത് ഒരു പ്ലെയറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാഷ് ഡീലിൽ പ്ലെയറിനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഈ സീസണിൽ നമ്മൾ ട്രോഫിലെസ് ആയി പോയി കഴിഞ്ഞാൽ സമ്മറിലേക്ക് വരുമ്പോൾ നമ്മുടെ കാര്യം ടൈറ്റ് ആവില്ലേ എന്നൊരു ചോദ്യം വേണമെങ്കിൽ മാനേജ്മെന്റിന് ചോദിക്കാം. കാരണം ഇതിപ്പോ കൊണ്ടുവരികയും ചെയ്തു, പരിപാടിയായിട്ട് വർക്ക്ഔട്ട് ആയില്ല, സമ്മറിലേക്ക് വന്നപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. മേ ബി സുബിമെന്റിയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. സുബിമെന്റി മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ വരാണെങ്കിൽ ചിലപ്പോൾ സമ്മറിൽ ഒരു സൈനിങ് ആയിട്ട് വരും. അത് ചെയ്യണോ അതോ സമ്മറിലേക്ക് ഒരുപാട് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻസ്, പാനിക് ബൈ ആവാതെ ബെറ്റർ ഓപ്ഷൻസ് വന്ന് ചെയ്യണം എന്നൊരു ഓപ്ഷൻ വേണമെങ്കിൽ മാനേജ്മെന്റിന് ചോദിക്കാം. അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? നീ ഇപ്പൊ ഈ പറയുന്ന സൈനിങ്സ് ഓക്കെ, ഫൈൻ, അണ്ടർസ്റ്റാൻഡബിൾ, ഈ മെന്റാലിറ്റി ഓക്കെ. ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ പോയിട്ട് ഇത്ര മാസമായിട്ട് ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിനെങ്കിലും കൊണ്ടുവന്ന് യു ആർ ഡൂയിങ് എ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മറിൽ നോക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഓക്കെ, ഫൈൻ. ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ പോയി കഴിഞ്ഞാൽ അതുപോലും കൊണ്ടുവരാൻ പറ്റാണ്ട് സോ ബോർഡ് മാനേജ്മെന്റ് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അട്ടർ യൂസ്ലെസ്.
അല്ലെന്ന് അജിൻ ഞാൻ ബ്രോ പറയില്ല. എന്താ പറയാൻ കാരണം നമുക്ക് ഉദ്ദേശിച്ചത്? അജിൻ ഇപ്പോഴും ബ്രോ ഒരു എന്തോ സ്പോർട്ടിംഗ് അല്ല ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ സംഭവം നമുക്ക് ഈ ഒരു 6 മാസം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എപ്പോഴും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില പ്ലേയേഴ്സ് ഉണ്ട്, അവര് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പം സംഭവം അവരെ പോലെയുള്ള ഒരു പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ 6 മാസം ഒരു ലോങ് ടേമിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ലോൺ ഡീലിന് എത്തിക്കുക എന്നുള്ളത് ആക്ച്വലി ഈ സീസണിന്റെ ഒരു നെസസറി ഭാഗമായിരുന്നു. കാരണം നമുക്ക് മുമ്പത്തെ ആർസണലിന്റെ ഒരു സിനാറിയോ എന്താണ്, നമ്മൾ കണ്ടമാനം ഗോൾ അടിക്കും എല്ലാ കളികളിലും. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഗോൾ നമ്മൾ കൺസീഡ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് ഡേവിഡ് ഓസ്പിനെ ആയിരുന്നു നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ ഫസ്റ്റ് കീപ്പർ. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഡേവിഡ് ഓസ്പിനെ എവിടെ ഫസ്റ്റ് കീപ്പർ ആയിരുന്നിട്ടുള്ളത്. പിന്നെ പ്രൈം കഴിഞ്ഞ മർട്ടസാക്കർ, ആർസണലിന് വേണ്ടി മാത്രം പെർഫോമൻസ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു കൊഷ്യാലി. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ഡിഫൻസ് ലൈനപ്പിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആക്ച്വലി യൂറോപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും ചലഞ്ചബിൾ ഡിഫൻഡേഴ്സിലൊന്ന് നമ്മുടെ അൺഡൗട്ടഡ്ലി നമുക്ക് പറയാം. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഫ്രണ്ടില് നമുക്ക് വേണ്ടത് ഇപ്പൊ ടാപ്പിൻ ഗോളുകൾ സംഭവിക്കുന്നില്ല അധികം, ക്ലിനിക്കൽ ഫിനിഷിങ് ഗോളുകൾ സംഭവിക്കുന്നില്ല. ബോക്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഇപ്പൊ ഹാവറ്റ്സിന്, ഇപ്പൊ ഞാൻ എപ്പോഴും ഈ സീസൺ ആലോചിച്ചു, ഇപ്പൊ സ്റ്റെർലിംഗ്, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്റ്റെർലിങ്ങിന് ഒരു 15+ ഗോള് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കപ്പ് ഉറപ്പാ. സ്റ്റെർലിങ്ങിന് 15+ ഗോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കപ്പ് ഉറപ്പാ. പക്ഷെ അതൊരു നടക്കാത്ത കാര്യമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് കിട്ടേണ്ട സ്റ്റെർലിങ്ങിനല്ല കിട്ടിയത്. നമുക്കൊരു 5 വർഷം മുമ്പ് സ്റ്റെർലിങ്ങിനെ കിട്ടിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. 5 വർഷം മുമ്പ് സ്റ്റെർലിങ്ങിനെ കിട്ടിയിരുന്നെങ്കിൽ നൈസാ. ഇപ്പോ ജോർജീനോ വരാൻ ശരിക്കും ലേറ്റ് ആയെന്ന് പറയണം. നമുക്കൊരു 5 വർഷം മുമ്പ്, ചെൽസിക്ക് മുമ്പുള്ള ജോർജീനോ ഈ ടീമിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, റൈസ് ജോർജീനോ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ബോള് കടത്താൻ പറ്റില്ല ഒരാൾക്കും ആ സീനിൽ. അപ്പൊ എനിക്കൊരു 6 മാസത്തേക്ക് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നാൽ അടിപൊളിയായിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. ഈവൻ ദോ പ്ലേയേഴ്സ് എക്സോസ്റ്റഡ് ആവാത്ത, ഇപ്പൊ ഡാനിങ്സിനെ പോലുള്ള ഒരു പ്ലെയർ ഒക്കെ ഉണ്ടല്ലോ, അതായത് അയാളെ എങ്ങനെ വന്നാലും അയാൾ ഗോൾ അടിക്കും. പ്രീമിയർ ലീഗിൽ എങ്ങനെ വന്നാലും അയാൾ ഒരു വാല്യൂ ഫോർ മണി സൈൻ. അപ്പൊ അയാളെ വേണമെന്നല്ല, പുള്ളീനെ പോലത്തെ കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, പ്രോപ്പർ നമ്പർ 9 ആയിട്ടുള്ള ഒരു ടൈമിൽ പ്രീമിയർ ലീഗിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അർട്ടറ്റ സംഭവം അങ്ങനെ ഒരു പ്ലെയറെ കൊണ്ടുവരാം. അയാൾ ഒരു 30+ ഏജ് ആണെങ്കിലും വിഷയമില്ലായിരുന്നു. അയാളെ ചുമ്മാ നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് ഇറക്കാൻ പറ്റുന്ന, അൺടിൽ അൺലെസ് ജീസസ് ഇല്ലാത്ത സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ സാക്കില്ലാത്ത സാഹചര്യം ഉണ്ട്. എനിക്ക് ഹാവറ്റ്സിനൊന്നും, ഞാൻ ആക്ച്വലി എനിക്ക് പേഴ്സണലി അത്ര ഹാവറ്റ്സ് ഗോൾ അടിച്ചിട്ട് നമ്മൾ ജയിക്കുമെന്ന് നമുക്ക് ഹാലൻഡിനെ പോലെ ഷുവർ ബെറ്റ് വെക്കാൻ പറ്റൊന്നുമില്ല. അപ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു 6 മന്തിലെ ഒരു ഡീലിലേക്ക് ഇപ്പം റാഷ്ഫോർഡിനെ കൊണ്ടുവന്നു ആസ്റ്റൺ വില്ല. റാഷ്ഫോർഡിനെ കൊണ്ടുവന്നപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റാഷ്ഫോർഡ് അവിടെ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതല്ല, റാഷ്ഫോർഡിന്റെ റോൾ എന്തായിരിക്കും എന്നുള്ളതാ ഈ 6 മാസത്തേക്കുള്ള ഒരു ഇത്. യുണൈറ്റഡിൽ എന്തായാലും അയാൾക്ക് സ്പേസ് ഇല്ല. അപ്പൊ അയാൾക്ക് ഇവിടെ വന്ന് അയാളൊരു 8 ഗോൾ അടിച്ചെന്ന് വിചാരിച്ചു, അയാള് സക്സസ് ആന്ന് പറയാൻ പറ്റുള്ളൂ. അയാൾ ഒരു 10 മാച്ച് കിട്ടി അയാൾ ഒരു 8 ഗോൾ അടിച്ചു, സെറ്റാ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലെയറിന് ആവശ്യമായിരുന്നു, അത് നമുക്ക് ഇല്ല. ഇത് മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആർസണൽ ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്ലേയേഴ്സും, ഫെർഗൂസൺ ആണെങ്കിലും ഡുറാൻ ആണെങ്കിലും ഈ പറയുന്ന കുഞ്ഞാണെങ്കിലും, ഓരോ പ്ലേയേഴ്സും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവര് വേറെ ക്ലബിൽ പോയി സെറ്റിൽ ആയിട്ടുണ്ട്. മറ്റേ സ്റ്റെൽ എന്ന് പറഞ്ഞ പ്ലെയർ ഇപ്പം ഒരു ഇതും ഇല്ലാണ്ട് ലോണില് ടോട്ടനം പോയി. ഒബ്ലിഗേഷൻ ഇല്ല, ഓപ്ഷൻ ഇല്ല, ഒന്നുമില്ല, ഒരു ഡ്രൈ ഔട്ട് ലോൺ. ഫെർഗൂസൺ പോയി വെസ്റ്റ് ഹാമിലോട്ട്. ഇങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രൈ ഔട്ട് ലോൺ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്ക് കൊണ്ടുവരുന്ന അറ്റ്ലീസ്റ്റ് പ്ലേയേഴ്സിന് ഒരു റെസ്റ്റ് കൊടുക്കായിരുന്നു. ഈവൻ ദോ സെയിം സിനാരിയോ ആയിരുന്നെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ഓവർ വർക്ക് ആവില്ല. ഇവിടെ എനിക്ക് മെയിൻ പേടി വരുന്നത്, സാക്ക എങ്ങാനും ഇഞ്ചറി കഴിഞ്ഞ് വരുമ്പത്തേക്കും അവന്റെ എന്താ റഷിങ് ചെയ്യൂലേ, കളിക്കാൻ വേണ്ടി റഷിങ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുവോ എന്നുള്ളൊരു പേടിയും കൂടെ ഇവിടെ ഉണ്ട്, ലീഡിങ് ടു എ ലോങ് ടേം ഇഞ്ചറി. കാരണം നമ്മൾ ആ ഒരു സിനാരിയോയിൽ എത്തിക്കഴിഞ്ഞാൽ മേ ബി അവനെ പോലത്തെ ഒരു പ്ലെയർ അത്യാവശ്യമാണെന്ന് തോന്നിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൻ ഓൾമോസ്റ്റ് റെഡിയാണ്, പക്ഷെ ഫുള്ളി റെഡി അല്ല എന്നൊരു സീൻ. സോ അതാണ്
സോ എനിവേ എന്തായാലും നമ്മള് ട്രാൻസ്ഫർ നമ്മൾ ആക്ച്വലി വിൽഷെയറിന്റെ കാര്യത്തിൽ പലതവണ കാണിച്ചിട്ടുള്ളത് അതാണ്. ഇപ്പൊ വിൽഷെയറിന്റെ കാര്യത്തില് വിൽഷെയറിനെ വേറൊരു ക്ലബിലായിരുന്നു വിൽഷെയർ എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു മെഡിക്കൽ കരിയർ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, കാരണം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടാലന്റ് അയാള്. നമ്മളെ ഇത്രയും വർഷം നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആക്ച്വലി അയാളെ വേണ്ട പോലെ യൂസ് ചെയ്തില്ല ഒരു ടൈം കഴിഞ്ഞപ്പോ. അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ക്ലബിലത് ഉള്ളത്. അത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇപ്പോഴും സ്റ്റാറ്റ് എടുത്ത് നോക്കിയാൽ ഗ്രീൻവുഡ് ഒക്കെ 13 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ. ഗ്രീൻവുഡ് ഒക്കെ പ്രീമിയർ ലീഗിൽ നിന്ന് ഒഴിവാക്കിയ പ്ലെയറാ ഗ്രീൻവുഡ്. അല്ലെങ്കിൽ നമുക്ക് ഡെംബേല് ആലോചിച്ചു 14 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു പ്ലെയറിനെ മതിയായിരുന്നു, ഒരു പാർട്ട് ടൈം ഗോൾ സ്കോറർ. ഡെംബേല ഒന്നും സ്ട്രൈക്കർ അല്ലല്ലോ, ഗ്രീൻവുഡ് ഒന്നും സ്ട്രൈക്കർ അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു 6 മന്തിലൊരു ലോങ് ഡീലിൽ ഒരു ആളെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച്. വാറ്റ്കിൻസ് ഒന്നും വേണ്ട, വാറ്റ്കിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ആയിരുന്നില്ല. നമുക്ക് ഈ സംഭവം ഇസാക്കിനെ അല്ലെങ്കിൽ വെറുതെ ആളെ കണ്ണി പൊടിയിടാനുള്ള വെറുതെ ഒരു PR സ്റ്റണ്ട് ആയിരുന്നു വാറ്റ്കിൻസ് എന്ന് പറയുന്നത്. വാറ്റ്കിൻസിന് ഒരു കാരണവശാലും എമറി വിടില്ലെന്നുള്ളത് അവിടെ വാറ്റ്കിൻസിനും അറിയാം, എമറിക്ക് അറിയാം, ആർസണൽ മാനേജ്മെന്റിനും അറിയാം. വെറുതെ സീസൺ ട്രാൻസ്ഫറിന്റെ അവസാനിക്കാറായി, ഒന്നും ഒരു ചലനം പോലും ഇല്ലല്ലോ എന്നുള്ള ഫാൻസിന്റെ ചീത്ത ഒരു പഴി കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരു PR വർക്ക് നടത്തിയതാണ്. അത് രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ PR വർക്ക് സ്റ്റാർട്ട് ചെയ്ത മണിക്കൂറിനുള്ളിൽ തന്നെ അത് പൊളിഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനൊരു ആയുസും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഈ ക്ലബിനെ സ്ട്രൈക്കറെ സൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഗബ്രിയേൽ ജീസസ് ഇപ്പൊ ഇഞ്ചോർഡ് ആയ ഒരു പ്ലെയർ അല്ല. എത്ര നാളെ ഗബ്രിയേൽ ജീസസ് ഇഞ്ചോർഡ് ആയിട്ട് സൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പൊ ജിംറോ പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്കറിനെ ഒരു പാർട്ട് ടൈം സ്ട്രൈക്കർ മതി. നമുക്ക് ആ ഹാവേർഡ്സ് ഒന്ന് ഔട്ട് ആവുമ്പോൾ ലൈക്ക് ഒരു 70th മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ആ മോനെ നീ ക്ഷീണിച്ചു, നീ മാറിക്കോ, ഇനി അവൻ കവർ ചെയ്തുള്ള ഏരിയ എന്ന് പറയാനുള്ള ഒരു പ്ലെയറിനെ പോലും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഗുളികയ്ക്ക് പോലും ഒരു പ്ലെയറിനെ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് സംഗതി. അതൊരു ടോപ്പ് ക്വാളിറ്റി പ്ലെയർ ആവണമെന്നോ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പാകത്തിന് ക്രൂശിക്കാൻ പറ്റുന്ന പ്ലെയർ ആയിരിക്കണമെന്നോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. ഒന്ന് കാണിക്കാൻ, ആ ഒരു ബെഞ്ചിലേക്ക് ഒന്ന് കാണിക്കാൻ, അറ്റ്ലീസ്റ്റ് ഒന്ന് കളിച്ചു വരുമ്പോൾ ഹാവേർഡ്സിന് ഒരു കാഫ് പിടിച്ചു അല്ലെങ്കിൽ ഹാംസ്ട്രിങ്ങിന് ഇഷ്യൂ വന്നു, ഹാവേർഡ്സ് താഴെ ഇരുന്നിട്ട് ബെഞ്ചിലോട്ട് നോക്കി ആരെ കാണും? സ്റ്റെർലിങ്ങിനെ കാണും. എന്ത് കാണിക്കാനും? സ്റ്റെർലിംഗ് വന്നിട്ട് സ്ട്രൈക്കർ കളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാ പ്രശ്നം. പ്ലേയേഴ്സിന് ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ പ്ലേയേഴ്സിന് തന്നെ അറിയാം, ഇല്ല, തിന്നാണ്, വളരെ തിന്നാണ്, ഒന്നും ചെയ്യാനില്ല. മിക്കേൽ ആർട്ടറ്റ എനിക്ക് ഈ കാര്യത്തിൽ ചെറിയൊരു സംശയമുള്ളൂ. കാരണം മിക്കേൽ ആർട്ടറ്റ പത്രസമ്മേളനങ്ങൾ വന്നിരുന്നിട്ട് ഞാൻ ഷോർട്ടാണ്, എനിക്ക് പ്ലെയർ വേണം എന്ന് പറയുന്നു. പക്ഷെ എനിക്കറിയാം മിക്കേൽ ആർട്ടറ്റയ്ക്ക് ആർസണൽ മാനേജ്മെന്റിനുള്ള ഒരു ഹോൾഡും കാര്യങ്ങളും ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട്സ് പ്രകാരമാണെങ്കിൽ ആള് ശക്തമായിട്ടൊന്ന്. ഇതൊരു കാര്യം പറയട്ടെ, എല്ലാ പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് എനിക്കൊരു പ്ലെയർ വേണം എന്ന് പറഞ്ഞ സെയിം സാധനം മീഡിയ കാണുന്നുണ്ട്, ബോർഡ് കാണുന്നുണ്ട്. ഇനി മിക്കൽ ആർട്ടറ്റ പോയിരുന്നിട്ട് സൈൻ ചെയ്യണോ? പ്ലെയറിനെ വിളിച്ചു വരുത്തിയിരുന്ന് സൈൻ ചെയ്യണോ? അതാണ് എനിക്ക് ചോദ്യം. എല്ലാവരും മിക്കൽ ആർട്ടറ്റനെ ബ്ലെയിം ചെയ്യും. മിക്കൽ ആർട്ടറ്റയ്ക്ക് ശരി, സമ്മർ വിൻഡോയിലെ ആൾക്കാർ കുറ്റം പറയുന്നത് ഓക്കെ, ക്രിറ്റിസിസം ഓക്കെ മിക്കൽ ആർട്ടറ്റയ്ക്കും. ഇപ്പം ഈ ന്യൂസ് വരുന്ന മിക്കൽ ആർട്ടറ്റ ഹാസ് മോർ പവർ ഇൻ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാലും എനിക്ക് ഇന്ന പ്ലെയർ വേണം, എനിക്ക് ഒരാളെ വേണം, ആരെങ്കിലും കൊണ്ടു താ എന്ന് പറയുന്നതാണ് മിക്കൽ ആർട്ടറ്റയുടെ പണി. ഇന്ന പ്ലെയേഴ്സ് അവൈലബിൾ ആണ്, ഇതിൽ ഏത് വേണം? ഓക്കെ, ഇത്രയും ലിങ്ക്സ് വന്നു, കംപ്ലീറ്റ് ചെയ്യുന്നത് മിക്കൽ ആർട്ടറ്റയുടെ പണിയല്ലല്ലോ. അപ്പൊ എന്തിനാണ് മിക്കൽ ആർട്ടറ്റനെ കുറ്റം പറയുന്നത് അവിടെ? ഇല്ല, അതാണ് ദീപക് ഞാൻ പറഞ്ഞത്. മിക്കൽ ആർട്ടറ്റ ഹൈ പ്രയോറിറ്റി സ്ട്രൈക്കേഴ്സിനെ എത്തിക്കാത്തതിന്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് മിക്കൽ ആർട്ടറ്റയുടെ ഒരു കടുംപിടുത്തം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പുള്ളിയുടെ പ്രൊഫൈലിൽ ഇപ്പോഴുള്ള നമുക്ക് പ്രൊഫൈൽ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നിൽക്കുന്ന സാഹചര്യം നോക്കിയിട്ട് വേണം എന്റെ പ്രൊഫൈലിന് ഒതുങ്ങുന്ന പ്ലെയറിനെ വേണം കൊണ്ടുവരാൻ എന്നുള്ളത് നോക്കാനായിട്ട്. ഇപ്പൊ ഒരു പ്ലെയറാണ് വേണ്ടത്. അവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചാമ്പ്യൻഷിപ്പ് ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ കൂടി ആർസണൽ എന്ന് പറഞ്ഞ ക്ലബിനെ ചാമ്പ്യൻഷിപ്പ് ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പാടൊന്നുമില്ല. മീൻസ് ആ ലെവലിലേക്ക് ഇറങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. ഓഫ് ദ ഫോമിൽ കളിക്കുന്ന തന്നെ ഒരു പ്ലെയറിന് വിത്ത് ലോൺ ഡീലിൽ 6 മന്ത്സിലേക്ക് എത്തിക്കാൻ പറ്റും. മാസ്റ്റർ ഒരു ക്ലബിന് അത് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ കോച്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്രീൻ സൈനിൽ കിട്ടിയാൽ മാത്രമേ മാനേജ്മെന്റ് അങ്ങനെ ഒരു മൂവ് എടുക്കത്തുള്ളൂ. കാരണം മാനേജ്മെന്റ് ഒന്നും അങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു താരത്തിനെ മാനേജറിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് 6 മന്ത് ലോൺ ഡീലിൽ കൊണ്ടുവരില്ല. കാരണം അത് പ്രൊജക്ടിന്റെ ഭാഗമല്ലാത്ത ഒരാളാണ്. പക്ഷെ അവിടെ ആർട്ടറ്റ ആ ഒരു പുഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ വിശ്വാസമാണ്. നമുക്കറിയില്ല, തിയററ്റിക്കലി നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ വിശ്വാസമാണ്. ആർട്ടറ്റ ഇപ്പൊ നേരത്തെ ആ ഒരു സ്ട്രാറ്റജിയിൽ ലൈക്ക് ഒരു പ്രൊലിഫിക് സ്ട്രൈക്കറെ കൊണ്ടുവരാണ്ട്
ആ ഒരു ഏരിയ കവർ ചെയ്യാൻ ഇനി വരുന്ന ഒരു 6 മാസത്തേക്ക് ആ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു ബോഡി പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട് ആർട്ടറ്റ പുഷ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ആ പ്ലെയർ എത്തിയേനെ എന്നുള്ളത് ഞാൻ പറയുള്ളൂ. ആർട്ടറ്റ ഞാൻ ഞാനൊരു കാര്യം ഫുൾ ഓൺ ചോദിച്ചോട്ടെ? ബ്ലെയിം ചെയ്യുന്നില്ല, നീ പറഞ്ഞത് ഫുൾ ഓൺ ശരിയാണ്. ബ്ലെയിം അല്ല. സമ്മറില് ഇതേ സാധനം ഇതിന് നെഗറ്റീവ് ഇമ്പാക്ട് വന്നൊരു മെയിൻ സൈനിങ് ആണ് സ്റ്റെർലിംഗ്. നമുക്ക് നമ്മുടെ പ്ലാനേ വർക്ക് ചെയ്തില്ല, അങ്ങേർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്ലെയർ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് പാനിക് ബൈ ആയിട്ട് അവനെങ്കിൽ അവൻ എന്നുള്ള സീനിൽ ലാസ്റ്റ് മൊമെന്റ് വാങ്ങിച്ചത്. ആ ബ്ലെയിമിൽ ആർച്ചറ്റയ്ക്ക് പങ്കുണ്ടെന്ന് ഓക്കെ ഞാൻ സമ്മതിച്ച് വേണം തരാം. പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നീ പറയുന്ന സാധനം കോൺട്രഡിക്ടറി അല്ലേ? അല്ലല്ല, ആരെങ്കിലും ഒരു ബോർഡിനെ അതിലൊരു കൊണ്ടുവന്നിട്ട് കൗണ്ടർ എങ്ങനെയാ? പോയിന്റ് ഞാൻ പറയാം. സീസൺ മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ബി ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാ. സീസൺ അതെ. മുഴുവനും ഒരേ ഒരു പ്ലെയറിന്റെ പുറകെ പോയി പോകൊണ്ടാണ് പ്ലാൻ ബി ഇല്ലാത്തത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിനാറിയോ പറയാം. ആർട്ടേറ്റ ഇപ്പോ സംഭവം നമ്മുടെ ക്ലബിൽ ഇപ്പോ ഒരു കുറച്ച് സീസൺ കഴിഞ്ഞിട്ട് വേറെ ക്ലബിലേക്ക് പോവാന്നിരിക്കട്ടെ, ഇപ്പൊ സിറ്റിയിലേക്ക് തന്നെ പോവാന്നിരിക്കട്ടെ. ഇപ്പൊ സിറ്റി എന്തായാലും ആർസണലിൽ ലീവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം വരാൻ പോണ സിറ്റി ആയിരിക്കും, ഉറപ്പുള്ള കാര്യം. സിറ്റി വരും ആർട്ടറ്റനെ കോച്ചായിട്ട് വേണമെന്ന് പറഞ്ഞ്. അയാൾ എന്ത് ചെയ്യുന്നറിയാം, പുള്ളിക്ക് ഒരു 300 മില്യൺ അങ്ങ് കൊടുക്കും, ഈ ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ മേടിച്ചോളാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടുത്തെ ഒരു സിനാറിയോ, നമ്മുടെ ക്ലബ്ബ് ഒരിക്കലും അങ്ങനെ പ്ലേയേഴ്സിനെ മേടിക്കുന്ന ഒരു ക്ലബ്ബ് അല്ല. അതെ. അപ്പോ നമ്മുടെ ഫാൻസും അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോ നമ്മൾ എത്ര പേരറിഞ്ഞു കൊളമുവാനി PSG-ന്ന് യുവന്റസിലേക്ക് പോയി. കൊളമുവാനി അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും മറ്റേ നാട്ടു നടപ്പനുസരിച്ച് പറയണേ കൊളമുവാനി പോകേണ്ട ക്ലബ്ബ് ഏതായിരുന്നു? കൊളമുവാനി സ്ട്രൈക്കർലെസ് ക്ലബിലേക്കായിരുന്നു പോകേണ്ടത്, സ്ട്രൈക്കർ ഇല്ലാത്തൊരു ക്ലബിലേക്കായിരുന്നു പോകേണ്ടത്. നമുക്ക് ആക്ച്വലി കുറെ വർഷം അങ്ങനെ സ്ട്രൈക്കർ തന്നെ വന്നിട്ട്. ജീസസിന് എല്ലാരും സ്ട്രൈക്കറായിട്ട് വിട്ടും, ഞാൻ ജീസസിന് സ്ട്രൈക്കറായിട്ട് ജീസസ് വിട്ടൊന്നുമില്ല. സ്ട്രൈക്കർ അല്ല, ജീസസ് സ്ട്രൈക്കർ അല്ല, ആരും ജീസസ് സ്ട്രൈക്കറായിട്ട് ജീസസിനെ കൊണ്ട് 34 ഗോളും 32 ഗോളും അടിച്ചു വിട്ടാൻ ജീവിതത്തിൽ അല്ല. പറ്റൂല. ഗോൾ അടിച്ചാലും ജീസസ് ഒരു നമ്പർ 9 സ്ട്രൈക്കർ അല്ല, നമ്മൾ ആള് അല്ല, വരുമ്പോഴേ പറഞ്ഞിട്ടുള്ള അതെ. കാര്യമാണ്. ഇപ്പൊ പുള്ളി തന്നെ പറഞ്ഞിട്ട് ഐ എം നോട്ട് എ ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കർ എന്ന് പുള്ളി ഗോൾ തന്നെ സ്കോറിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അത് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ബാർസയാണ്. ബാർസ മേക്ക് ഷുവർ ദാറ്റ് അവർക്കൊരു നമ്പർ 9 വേണം. അവർക്ക് എല്ലാ ടീമിലും അവർക്കൊരു നമ്പർ 9 ഉണ്ട്. അതിപ്പോ എത്ര അവരൊരു ഏസ്ഡ് ആയിട്ടുള്ള പ്ലെയർ, ഇപ്പൊ ലെവൻഡോസ്കി ആണെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് മുമ്പ് ഈ പാർട്ട് ടൈം ആയിട്ട് ലൂക്ക് ഡിയോങ്ങും ബ്രാത്വേറ്റ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? വെറുതെ അവരുടെ പ്ലേയേഴ്സിനെ എക്സോസ്റ്റഡ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്ലേയേഴ്സ് അതൊക്കെ. അപ്പൊ നമുക്ക് വേണ്ടത് അങ്ങനെയാ. എനിക്കാണ് ഹാവറ്റ്സിനെ കാണുമ്പോഴാ ഞാൻ ടു ബി ഓണസ്റ്റ് പറയണെങ്കിൽ only thing Havertz has done is entire career ചെൽസിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് ഗോൾ അടിച്ചതാ. അത് അടിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജർമ്മൻ ഫാൻസിനോട് വെച്ചാൽ മതി, കൈ ഹാവറ്റ്സിനെ കുറിച്ച് വളരെ വൃത്തിയായിട്ട് പറഞ്ഞുതരും. ബ്രോ, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വരുന്ന സംഭവം ഈ ഡിസ്കഷൻ നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സെയിം പോയിന്റ് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഒരു പ്ലെയറിനെ വാങ്ങുന്നില്ല? ഇവിടെ ഇപ്പം ആകെ കോൺട്രഡിക്റ്റ് വരുന്നത് ബ്ലെയിമിങ് ആർച്ചറ്റയ്ക്ക് മേളിൽ കൂടുതൽ വീഴണോ അതോ ബോർഡിനാണ് കൂടുതൽ പങ്ക് എന്ന് പറയാം. ഇപ്പൊ 20% ആർച്ചറ്റയുടെ ആണെങ്കിൽ 80% ഐ വുഡ് സേ ബോർഡിനായിരിക്കണം. ബോർഡ് ഇപ്പൊ ആർച്ചറ്റ ശരി പറഞ്ഞോ. ഇല്ല, അവിടെ പറഞ്ഞതിൽ ചെറിയൊരു കാര്യമുണ്ട്. ആർട്ടറ്റയ്ക്ക് ഇപ്പൊ ആർട്ടറ്റയുടെ ആദ്യത്തെ വർഷങ്ങളാണ് ആർസണൽ ടീമിലെങ്കിൽ ഓക്കെ ഫൈൻ, ഈ പറയുന്നതിനോട് ഞാൻ കുറച്ചുകൂടി യോജിക്കും. നീ പറഞ്ഞ പോലെ രണ്ട് ബോർഡിനും ആർട്ടറ്റയ്ക്ക് പിന്നെ അത് ഷെയർ ഉണ്ട്. പക്ഷെ ആർട്ടറ്റയുടെ ഷെയർ ഒരുപാട് കുറച്ച് കളയരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ 20% നമുക്ക് കുറച്ചുകൂടി കയറ്റേണ്ടി വരും. കാരണം ഞാൻ പറയാം, പ്രൊലിഫിക് സ്ട്രൈക്കർ വന്നില്ല എന്നുള്ളത് പോട്ടെ, നമ്മൾ വിട്ടു, കിട്ടിയില്ല, ഫൈൻ. ഈ സമയത്ത് മാർക്കറ്റിൽ കിട്ടിയില്ല. പിന്നെ മാത്യുസ്റ്റലിന്റെ കാര്യം പറഞ്ഞുതരാം, അത് ഇപ്പോൾ ഓർത്ത്. മാത്യുസ്റ്റലിന്റെ പ്രശ്നം വെച്ചാൽ ആൾക്ക് ഫുൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കളിക്കാൻ പറ്റണം. മാത്യുസ്റ്റല് ഒരു പ്രൊലിഫിക് സ്ട്രൈക്കർ റോളിൽ പറ്റിയ ആളൊന്നല്ല. ആളെ ഇപ്പൊ ആർസണലിലേക്ക് വന്നാലും ഓൾറെഡി കൈ ഹാവർട്സ് കൂടി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കണം. ഹാവർട്സ് സ്ട്രൈക്കർ അല്ല, കാര്യങ്ങളല്ല. പക്ഷെ ആ സിറ്റേഴ്സ് മിസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നൊക്കെ വന്നാലും ടെല്ല് വന്നു കഴിഞ്ഞാൽ ആർട്ടറ്റ ഉടനെ ഹാവർട്സിനെ പിടിച്ച് ബെഞ്ചിൽ എടുത്തൊന്നുമില്ല. സോ പുള്ളി ഒരു സെക്കൻഡ് റോളിൽ തന്നെ കളിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ടെല്ല് നൈസായിട്ട് ടോട്ടനത്തിലേക്ക് തന്നെ പോയത്. ആദ്യം ടോട്ടനം വേണ്ടെന്ന് പറഞ്ഞ ആളാണ്, പിന്നെയും ടോട്ടനം ബൈ ഒരു ക്ലോസ് പോലും ഇല്ലാണ്ട് ടോട്ടനത്തിലേക്ക് തന്നെ പോയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ പ്ലേയിങ് ടൈം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ടെല്ലിന്റെ കാര്യം വിട്ടേക്ക്, ടെല്ല് നമുക്ക് അത്ര വലിയ നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബോഡി കവറിംഗ് പ്ലെയർ മാത്രം, അത്രേ ഉള്ളൂ. ആൻഡ് ആർട്ടറ്റയ്ക്ക് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു, ഞാൻ പറയുന്ന വാക്ക് ശരിയല്ല എന്നാലും പറഞ്ഞു, ഒരു ഡമ്മി സ്ട്രൈക്കറെങ്കിലും എത്തിക്കാനായിട്ട് വേണമെങ്കിൽ ആർട്ടറ്റയ്ക്ക് കഴിയുമായിരുന്നു. അത് ആർട്ടറ്റയ്ക്ക് കഴിയും. അത് ആർസണൽ ബോർഡില് ഒരു ഡമ്മി സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ
ഉള്ള പ്രഷർ ചെലുത്താനുള്ള പവർ ആർട്ടറ്റയ്ക്ക് ആർസണൽ ബോർഡിൽ ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റൂല. എടാ ഞാൻ അവിടെ പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ഡമ്മി സ്ട്രൈക്കർ ഇപ്പം ആർച്ചറ്റയ്ക്ക് ബോർഡിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പല സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് ആർച്ചറ്റയുടെ പ്രസ് കോൺഫറൻസസോ അതിന് മുന്നത്തെ ഏത് പ്രസ് കോൺഫറൻസ് എടുത്തോ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഫൈല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയർ നമ്മൾ സൈൻ ചെയ്യുമായിരിക്കാം. അത് നോക്കാം ട്രാൻസ്ഫർ വിൻഡോയിൽ സമയമുണ്ടോ എന്ന രീതിയിൽ ബോർഡിനെയും വിട്ട് കളയാണ്ട് ക്ലബിനെയും വിട്ട് കളയാണ്ട് പ്ലെയേഴ്സിനെയും സ്വന്തം പ്ലെയേഴ്സിനെ ബാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോച്ചായിരുന്നു ആർച്ചറ്റ. ആണോ? അത് അക്സെപ്റ്റ് ചെയ്യോ? ഇത്ര നാളും പറഞ്ഞോണ്ട് ഓക്കെ സമ്മർ വിൻഡോയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തു തന്നു എന്ന് വെച്ചോ. ജാനുവരി വിൻഡോ വന്നപ്പം നമുക്ക് പ്ലെയേഴ്സ് ഷോർട്ടാണ്, ഇന്ന സ്ഥലത്ത് ആൾ അത്യാവശ്യമാണ് എന്ന് സ്പെസിഫിക്കലി ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ ഹി ഈസ് ഡെസ്പറേറ്റ്. മനസ്സിലായി? ഒരു ഇതുവരെ ചെയ്യാത്ത ആർച്ചിറ്റയുടെ ഒരു രീതിയിലെ സംസാരം ഒരു പ്രസ് കോൺഫറൻസിൽ പുള്ളി ചെയ്യണം. പുള്ളി ഡെസ്പറേറ്റ് ആണ്. ഹീസ് ഇൻഫോമിങ് ദി മെയിൻ. ഇവിടെ പ്രശ്നം വന്നത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഇരുന്ന് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ഡയറക്ടർ ഇല്ല. ഒരു ഇൻട്രീം ഡയറക്ടറിനെയും വെച്ചുകൊണ്ട് എത്രത്തോളം നെഗോഷിയേറ്റ്, അവൻ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി എഡുയുടെ കൂടെ നിന്നിട്ട് എഡു സംസാരിക്കുന്ന ഇതിലുള്ള മേ ബി ആ ഒരു ഇൻട്രീം എക്സ്പീരിയൻസ് മാത്രമേ അവനുണ്ടാവുമായിരിക്കുള്ളൂ. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ലെസ് ആയിട്ടുള്ളൊരു ഇത് ബോർഡിനെ വെച്ചുകൊണ്ട് എനിക്ക് ഇന്ന പ്ലെയർ വേണം, ശരി പ്രൊഫൈല് പറ്റിയില്ല, ഇത്ര ലിസ്റ്റ് ഓഫ് ലിങ്ക്സ് ഉണ്ടായാലും ഇൻട്രസ്റ്റഡ് ആണ്, ലൈക്ക് ആണ്, എനിക്ക് ആ പ്ലെയർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന 100 പ്ലെയേഴ്സിന് നമുക്ക് ചെയ്തില്ലോ. ഇതിപ്പോ ഒരു പ്ലെയറിനെ പോലും നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ആർച്ചിട്ട് ഇത്രയും ലിസ്റ്റ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കുവാണ് നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റഡ് ആയത്. കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കി പുള്ളി ഗെയിം മാനേജ് ചെയ്യണം, പ്ലെയേഴ്സിനെയും മാനേജ് ചെയ്യണം. ട്രാൻസ്ഫർ വിൻഡോയിൽ ഇരുന്ന് പറഞ്ഞാൽ ആർച്ചിറ്റയ്ക്ക് ഇത്രയും 20% കൂടുതൽ ബ്ലെയിം എങ്ങനെ നീ കൊടുക്കും? അതാണ് എന്റെ ചോദ്യം. പറഞ്ഞോ. അല്ല ബ്രോ, അതിനകത്ത് എനിക്കൊരു പോയിന്റ് ഉണ്ട് പറയാൻ. അതായത് നമ്മുടെ ആർട്ടറ്റയുടെ സൈനിങ്ങുകള് പൊതുവേ ഭയങ്കര ഹൈ പ്രൈസ് ആണെന്നുള്ളത് മാർക്കറ്റിൽ ഭയങ്കര ഒരു സംസാരമുണ്ട്. ആർട്ടറ്റ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സിനൊക്കെ ഭയങ്കര ഹൈ പ്രൈസിനെ സൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഈവൻ നമ്മൾ ബെൻ വൈറ്റിനെ എടുത്തു, ടോമിയാസിനെ എടുത്തു, റാംസ്ഡെയിലിനെ എടുത്തു, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇപ്പൊ ജീസസിനെ എടുത്തു, അല്ലെങ്കിൽ സിൻചെങ്കോനെ എടുത്തു. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞതൊക്കെ മാർക്കറ്റില് കൊടുക്കുന്ന പ്രൈസിന്റെ ഒരു മറ്റേ ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയലി പറയണ ഒരു 10 മില്യൺ കൂട്ടിയാ നമ്മളെ മിക്ക പ്ലേയേഴ്സിനും സൈൻ ചെയ്തേക്കണേ. ഇപ്പൊ വൈറ്റിന്റെ കേസിൽ അടക്കം ഈ ഇംഗ്ലീഷ് ടാക്സ് ഒക്കെ ഒക്കെയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു വലിയ കോൺട്രഡിക്ടറി ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ നമുക്കൊരു നല്ല ബാർഗെയിൻ ബൈ എന്ന് പറയുന്നത് ആർസണൽ ഫാൻസിന് പോലും അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ബാർഗെയിൻ ബൈസ് ഭയങ്കര കുറവായിരുന്നു സീരിയസ്ലി പറയുകയാണെങ്കിൽ. ഇപ്പൊ റൈസിന് 100 മില്യൺ അതൊരു മുതല് തന്നെയാ. പക്ഷെ ബാക്കി നോക്കുകയാണെങ്കിൽ 35 മില്യൺ ഓഡേഗാർഡ്. 35 മില്യൺ ഓഡേഗാർഡ് ഏത് ഓഡേഗാർഡാണ് നമ്മൾ സൈൻ ചെയ്തത്? നമ്മള് സൈൻ ചെയ്യുമ്പോ ഓഡേഗാർഡിന്റെ മറ്റേ മൊത്തം കരിയർ സിറ്റുവേഷൻ വന്നു, പിന്നെ പോയി 35 മില്യൺ നമ്മൾ വാങ്ങിച്ചു. അതാണ് ബാർഗെയിൻ ബൈ. പക്ഷെ അത് നമ്മൾ മേടിക്കുന്ന ഓഡേഗാർഡ് നോക്കണം, നമ്മുടെ ക്ലബിൽ വന്ന് ഡെവലപ്പായ ഓഡേഗാർഡാ. അപ്പോ നമുക്ക് ബാർഗെയിൻ ബൈസ് ഉണ്ടായിട്ടില്ല. ടു ബി ഓണസ്റ്റ്, അത് ടു ബി സാഡ് പറയാണ്, ഒരു ക്ലബിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലെയറിനെ ഏറ്റവും കുറഞ്ഞ പൈസക്ക് ക്ലബിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ലിവർപൂളിന്റെ മൊത്തം ഡിഫൻസ് നോക്കുകയാണെങ്കിൽ വാൻഡേക്ക് മറ്റേ ആ ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ വളരെ ബാർഗെയിൻ ബൈക്ക് അവർ മേടിച്ചത്. ഇവന്തോ അത് ഹൈ പ്രൈസ് അല്ല, കോസ്റ്റ്ലി അല്ല. ഇവിടെ ജസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസണല് ബാർഗിൻ ബൈ ചെയ്യേണ്ട കാലത്ത് ആരെയും വാങ്ങിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് ഓണർഷിപ്പിന് 75% ഉണ്ടായുള്ളൂ. അത് കാരണം ആ സമയത്ത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഈ ജീസസിനെയും കാര്യങ്ങളൊക്കെ മേടിച്ചല്ലോ. ജീസസിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വില്യനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ വില്യനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടറ്റയുടെ ഫുൾ സീസൺ ഫസ്റ്റ് രണ്ടാമത്തെ ഫുൾ സീസൺ ആണ് എനിക്ക് ആ ജേഴ്സി ഓർമ്മയുണ്ട്. വില്യനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലേയേഴ്സിനെയൊക്കെ മേടിച്ചപ്പോഴും എന്റെ ഓർമ്മ ആ ഒരു സമയത്ത് തന്നെയായിട്ട് ഒബമയാങ് പോയിട്ടുണ്ട്. ഒബമയാങ് ബാഴ്സയിലേക്ക് എന്തോ ആ സമയത്തൊക്കെ തന്നെ പോയിട്ടുണ്ട്. നമ്മുടെ ആ ഒബമയാങ് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ റോള് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ നടത്തിയ സൈനിങ് ആണ് ഗബ്രിയേൽ ജീസസ്. അത് തന്നെ തെറ്റായിരുന്നില്ലേ? എനിക്ക് അന്നത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. ഞാൻ ചോദിക്കുന്നല്ല,
അത് ഒരിക്കലും തെറ്റെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മള് 8th 2 സീസൺ ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ നമുക്ക് മാർക്കറ്റിൽ പ്ലേയേഴ്സിന് അവൈലബിലിറ്റി കിട്ടാൻ പാടായിരുന്നു. ബിക്കോസ് വി ഡിഡ്ന്റ് ഫിനിഷ് ചാമ്പ്യൻസ് ലീഗ്. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. സോ നമുക്ക് ഇത് FFP ഇഷ്യൂസും ഉണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് അത്യാവശ്യമായിട്ടൊരു പ്ലെയർ ആയിരുന്നു. നമ്മുടെ ആ സിറ്റുവേഷനിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്ന മേജർ 2 റോള് കളിച്ചത് ജിസൂസും സിൻജങ്കുമാണ്. അവിടെ നിന്ന് ബിൽഡ് ചെയ്തില്ല എന്നാണ് പ്രശ്നം. ജിസൂസ് തെറ്റാണെന്ന് പറയില്ല. അവിടെ നിന്ന് ജിസൂസ് ജിസൂസിന്റെ തെറ്റാണെന്നല്ല, നമ്മൾ അപ്പോഴും ടോപ്പ് നമ്പർ 9 സ്ട്രൈക്കറിന്റെ റോൾ ഫില്ല് ചെയ്തിട്ടുണ്ടായില്ല എന്ന് പറയുന്നത്. അതില്ല. പോയതിനു ശേഷം ഇപ്പോഴും ഈ ഒരു പക്ഷെ അത് പോയിന്റ് വരെ പക്ഷെ ടോപ്പ് അതൊരു നമ്പർ 9 അത് സ്ട്രൈക്കർ നമുക്കില്ല. പക്ഷെ അത് ഭയങ്കര ശോകാവസ്ഥയായിരുന്നു. പക്ഷെ അവിടുന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല അല്ല ബ്രോ, ഒരു ഇത് ഗ്രേറ്റ് കേരള ഞാൻ നമ്മൾ പറയട്ടെ, ഭയങ്കര ഹൈ ലിവർപൂള് ഇപ്പൊ ക്ലോപ്പിന്റെ കീഴിൽ ലിവർപൂള് വന്നപ്പോ ക്ലോപ്പ് വന്ന സമയത്ത് ലിവർപൂളിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. പണ്ട് യൂറോപ്പ ലീഗിലോ സംതിങ് ആയിരുന്നു. വളരെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. എത്ര സ്ഥാനം തപ്പി ഞാൻ നോക്കുന്നില്ല പോയിന്റ് ടേബിളിൽ. ഇദ്ദേഹം വളരെ മോശം സാഹചര്യത്തിലാണ് അവർ കടന്നു വന്നത്. അവരതിനനുസരിച്ച് അപ്ഡേറ്റ് ആവുമ്പോൾ അതിനനുസരിച്ചുള്ള ടീം റീവാമ്പ് ചെയ്യണം. പുതിയ അവര് ആർക്ക് വേണ്ടതെന്ന് തീരുമാനിക്കണം. ക്ലോപ്പിന് ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു. ക്ലോപ്പ് വന്നിട്ട് ക്ലോപ്പ് ക്ലോപ്പ് പറഞ്ഞു മാത്രമല്ല, ഇവര് 5th സീസൺ ഞാൻ ക്ലോപ്പ് കപ്പടിക്കുന്ന മാത്രമല്ല, പറഞ്ഞേ. അതിനൊരുണ്ട്. ക്ലോപ്പ് മാത്രമല്ല, അതിനുശേഷം സിറ്റിയുടെ കാര്യം നോക്ക്. സക്സസിലേക്ക് എത്തിയതിനു ശേഷവും അവര് നിന്ന പ്ലേയേഴ്സിനെ തട്ടിയിട്ടല്ലേ പുതിയതിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. സോ ആ ഒരു മെന്റാലിറ്റി അവിടെ ഞാൻ ബിൽഡ് ഞാൻ ചെയ്ത് ഇവിടെ വന്ന് ട്രോഫി കിട്ടിയാൽ മാത്രമേ ഇനി നമ്പർ 9 സ്ട്രൈക്കർ കൊണ്ടുവരുന്നുണ്ടോ? അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സംഭവം ഞാൻ പറയുന്ന പോയിന്റ് നീ ശ്രദ്ധിച്ചു കേക്ക്. നമ്മൾ വാങ്ങേണ്ട ബാർഗെയിൻ ബയ്യോ കുറഞ്ഞ റേറ്റിൽ പ്ലേയേഴ്സിന് വാങ്ങാൻ മാർക്കറ്റിൽ ഉള്ള സമയത്ത് അന്ധകാലത്ത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ചെൽസി ആണെ പോലും സിറ്റി ആണെ പോലും ഈ പറയുന്ന കുറെ ക്ലബ്സ് ഈ UAE ക്ലബ്സും ആ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മാർക്കറ്റ് പ്രൈസ് പ്ലേയേഴ്സിന് ചുമ്മാ ബൂമായി തോന്നിയ വിലക്ക് വാങ്ങാൻ തുടങ്ങി. തോന്നിയത് മാർക്കറ്റ് പ്രൈസസ് ഇൻഫ്ലേറ്റഡ് ആയി ഭയങ്കര രീതിക്ക് എല്ലാ പ്ലേയേഴ്സും. അതിപ്പോ അപ്പൊ അല്ല, തോന്നിയ അതിനിപ്പോ റേറ്റിൽ UAE അതിപ്പം അല്ല, എണ്ണവിലയുടെ മാത്രം പറഞ്ഞ യുണൈറ്റഡ് മോശമൊന്നുമല്ല. അല്ല അത് ഏത് ക്ലബ്ബാണ് വാങ്ങേണ്ട സിറ്റുവേഷനിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ കിട്ടുള്ളൂ എന്നൊരു സാഹചര്യം. നീ പറയുന്ന വിലക്ക് ഞാൻ ചോദിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. ഈ പറയുന്ന മുഡ്രിക്കിന് 95 മില്യൺ ഏത് കാലത്താണ് ഉണ്ടായത്? 60 മില്യൺ 55 മില്യണോ എങ്ങാണ്ട് തുടങ്ങിയ ഇതാണ് ഡീലാണ്. 70 മില്യൺ ആർസണൽ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ 95 മില്യൺ തരാൻ തയ്യാറാണ്. അത് ഇൻഫ്ലേറ്റ് ആക്കിയില്ലേ? അപ്പൊ ഈ പറയുന്ന എല്ലാ പ്ലേയേഴ്സിനും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ബൂം ചെയ്ത് അവര് ഒരു ക്ലബ്ബ് എന്നാ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ കാശ് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞ് വേറെ ക്ലബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നെഗോസിയേഷൻ രീതി തെറ്റായിരുന്നു ആർസണലിന്റെ. അത് എപ്പോഴും പറയാം. എഡു ആണെങ്കിൽ പോലും ഭയങ്കര സ്ലോ. ഒരു ബിഡ് ഇട്ട് കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ച നീട്ടി വെക്കും, എന്നിട്ട് അടുത്ത ബിഡിന് പോകും. ബാക്കി സിറ്റി ഒക്കെ ആണെങ്കിൽ ഇന്ന് ബിഡ് ചെയ്തു കിട്ടിയില്ല, നാളെ വന്ന അടുത്ത ബിഡ് ഇട്ടു, അല്ലെ 2 ദിവസം കഴിഞ്ഞ് അടുത്ത ബിഡ് ഇട്ടു, അത് ഓൾമോസ്റ്റ് ഡീല് ക്ലോസ് ആയി. ഇത് വലിച്ചു നീട്ടി നമുക്ക് അതിന്റെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് ഇല്ല. നമ്മുടെ ഹയസ്റ്റ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ ഈ FFP ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കിയ സമയത്താണ് സമയം വരുന്നേ ഉള്ളൂ അല്ല, നമുക്ക് പറയാം. അതിലൊക്കെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മുടെ ബേസിക്കലി നമ്മുടെ ബിഡിങ് പ്രൈസ് എപ്പോഴും ലോ ആയിരിക്കും. നമ്മുടെ ഭയങ്കര ലോ ആയിരിക്കും. അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഇപ്പൊ പൊതുവെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർട്ടറ്റ പറയുന്ന എല്ലാ പ്ലേയേഴ്സും കൊണ്ടുവരുന്നുണ്ട്. ആർട്ടറ്റ പറയുന്ന എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ അവര് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ നല്ല പൈസക്ക് വന്നിട്ടാ കളിക്കണേ. ഈവൻ ദോ റൈസ് ഓക്കെ, റൈസ് 100 മില്യന്റെ റൈസ് ആ നടുക്ക് നിക്കണേ. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് 65 മില്യൺ അല്ല 56 മില്യൺ എങ്ങാണ്ടാന്ന് തോന്നുന്നു പാർട്ടിക്ക് 56 ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റിലീസ് ക്ലോസ് ആയിരുന്നു 45. അപ്പൊ 45 ഏകദേശം 100 മില്യൺ, ഏകദേശം 150 മില്യന്റെ 2 മിഡ്ഫീൽഡേഴ്സ് നമുക്കുള്ളത്. ഡിഫൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഡിഫൻസ് ബെൻ വൈറ്റ് 50, അങ്ങനെ കൂട്ടുകയാണെങ്കിൽ എത്ര? നമുക്ക് ശരിക്കും ഭയങ്കര നല്ല പൈസക്കാണ് നമ്മളെല്ലാം മേടിച്ചേക്കണേ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോ നമ്മൾ നാളെ ഇസാക്കിന് മേടിച്ചാലും ഇസാക്കിന് 95 മില്യൺ വരെ വരും. 95 മില്യൺ മിനിമം നമ്മൾ കൊടുക്കണം. പക്ഷെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പ്ലേയേഴ്സിനെ വിൽക്കുന്നതിൽ നമ്മൾ വളരെ പരാജയമാണ്. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഉറപ്പായിട്ടും വില്ലൻ സാലിബയ്ക്ക് വേണ്ടി അടുത്ത സീസൺ റിലീസ് ക്ലോസിന് വേണ്ടി പല ടീമുകളും വരും, ഇൻക്ലൂഡിങ് റയൽ മാഡ്രിഡ് അടക്കം. റയൽ വരും. റയൽ മിക്കവാറും വന്നൊരു 120 മില്യൺ ബിഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്ലബ്ബ് ആലോചിക്കില്ലെന്ന് വെച്ചാൽ നമ്മുടെ ക്ലബ്ബ് പറയും വേണ്ട, സാലിബയ്ക്ക് ഇപ്പൊ കപ്പടിച്ച സാലിബ് ഇവിടെ തന്നെ നിൽക്കും. ആ കപ്പ് വേണമെങ്കിൽ സംഭവം വേണം. അതെ,
സി എന്തായാലും നമ്മളിപ്പോ ഈ ട്രാൻസ്ഫർ വിൻഡോ ഓരോരുത്തരെ ബ്ലെയിം ചെയ്യുന്നതിന് എന്തായാലും കഴിഞ്ഞു. ഇനി നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ സമ്മർ വിൻഡോ. നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇനി ഗെയിംസ് ആണ്. ന്യൂ കാസിൽ ഗെയിം മറ്റന്നാളാണ്. സോ എന്താണ് ബ്രോ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മളൊരു കംബാക്ക് നടത്തുമോ അജിൻ ബ്രോ? കുഴപ്പമുണ്ടാവില്ല. അത്യാവശ്യം ഞാനങ്ങനെ മാച്ച് ഡേക്ക് അങ്ങനെ സ്പെഷ്യലി ഹൈപ്പ് ഇപ്പൊ കൊടുക്കാറില്ല. കാരണം ആരെങ്കിലും ഗോൾ അടിച്ചാൽ ഗോൾ അടിക്കട്ടെ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. പോയിന്റ്സ് ടേബിൾ എപ്പോഴും നമ്മളെ ഇതാ. കാരണം നമുക്ക് വേറൊരു പേരുണ്ടല്ലോ, വി ആർ ഗുഡ് അറ്റ് ബോട്ട്ലിംഗ്. അത് പറ്റാതിരിക്കട്ടെ എന്നുള്ള ഇത് മാത്രമാണ്. ന്യൂകാസിൽ ഉള്ള ടീം അത്യാവശ്യം സെറ്റ് ടീം തന്നെയാ. അപ്പൊ ഈ പറഞ്ഞ അവര് ഫിഫ്ത്ത് അല്ലേ, ഫിഫ്ത്ത്. അവരാക്ച്വലി നമ്മുടെ അത്രയും ഗോൾസ് കൺസീഡ് ചെയ്യുന്നുണ്ട് അവര് കുറച്ച്. അപ്പൊ അതിലൊരു ഹോപ്പ് ഉണ്ട്. ന്യൂകാസിലാണ് ഈ പറഞ്ഞ പോലെ. ന്യൂകാസിൽ ആക്ച്വലി നമുക്ക് നല്ലോണം ബാർഗെയിൻ ചെയ്യാൻ പറ്റും ന്യൂകാസിൽ പ്ലേയേഴ്സ്. കാരണം അവര് വിചാരിച്ച അത്രയും ബൂം ഉണ്ടായില്ല മറ്റേ ടേക്ക് ഓവർ നടന്നിട്ടൊന്നും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇസാക്കിനൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ള ബേസിക് ഹ്യൂമൻ മെന്റാലിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഞാനന്ന് വോൾസിനെ പൊട്ടിച്ചപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ അവൻ വരുന്ന വിചാരിച്ചേ. ഞാൻ സാധാരണ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, പൊതുവെ ആ ക്ലബിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് സംഭവിച്ചില്ല. അപ്പൊ ന്യൂകാസിലായിട്ട് അങ്ങനെ ടെൻഷനൊന്നുമില്ല. നൈസ് ഗെയിം, ഷുഡ് ബി എ നൈസ് ഗെയിം. ഞാൻ ചാമ്പ്യൻസ് ലീഗ് മാത്രമേ ഇനി സീരിയസ് ആയിട്ട് കാണുള്ളൂ. നമ്മുടെ ആ ഒരു സെമി എങ്കിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. അതെ. അപ്പം അലക്സ് ബ്രോ, എനി ഡിഫറെന്റ് തോട്ട്സ്? നമ്മൾ ജയിക്കും എന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? അല്ല, എനിക്ക് അതിനകത്ത് അജിൻ ബ്രോ പറഞ്ഞതിനോട് ആദ്യം തന്നെ ചെറിയൊരു വിയോജിപ്പുണ്ട് ബ്രോ. നമുക്കിപ്പോ വേറെ ഒന്നുമല്ല, പ്രീമിയർ ലീഗിൽ നമ്മളിപ്പോ ലിവർപൂളായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ കരബാവ് കപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിന് വലിയ ഇതൊന്നും കൊടുക്കൂല. അതൊരു മത്സരം എന്തെങ്കിലും ആവട്ടെ, ബി ടീമിൽ വെച്ച് കളിച്ച് പൊട്ടട്ടെ, ആ ഒരു മൈൻഡ് പറഞ്ഞേനെ. FA കപ്പിൽ നിന്ന് അന്തസ്സായിട്ട് നേരത്തെ പുറത്തായതുകൊണ്ടും ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം ഈ ഒരു നമ്മുടെ ടീമിന്റെ മെന്റാലിറ്റി ഈ ഒരു സീസണിൽ അത്ര കഴിഞ്ഞ മത്സരം പറയുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര ബെസ്റ്റ് അല്ലാത്തതുകൊണ്ടും ഈ കരബാവ് കപ്പിന് ഞാൻ അത്യാവശ്യം വാല്യൂ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കപ്പെങ്കിൽ എന്തെങ്കിലും ഒരു കപ്പ് അതിന് വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു പ്രോസസ്സിന് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് കാണണമെങ്കിൽ ചെറുതെങ്കിൽ ചെറുത് എന്തെങ്കിലും ഒരു സാധനം അലമാരി കാണിക്കണം. സോ ഇതിന് വില കൊടുക്കുന്നുണ്ട്. മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ 2 ഗോളിന് പറയല വെക്കുന്നത്. പക്ഷെ നമുക്ക് കറക്റ്റ് എന്ന് പറയുന്നത് സിറ്റി ആയുള്ള മത്സരം, ആ ഒരു വിജയം, ആ ഒരു മെന്റാലിറ്റി കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ മെന്റാലിറ്റി വരുന്ന ദിവസങ്ങളിൽ ഇത്ര 2-3 ദിവസം ഗ്യാപ്പേ വരുന്നുള്ളൂ. ആ ഒരു ഇതിൽ തന്നെ കറക്റ്റായിട്ട് റീപ്ലാൻ ചെയ്യാൻ പറ്റണം. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി എന്റെ ശരിയ അവര് എമിറേറ്റ്സിൽ വന്നപ്പോൾ ലോ ബ്ലോക്ക് പിടിച്ച് കളിച്ചായിരുന്നു നന്നായിട്ട്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു. അവിടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു തോൽവി എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്ക് കൂടെ ബോക്സിന് വെളിയിൽ നിന്ന് ഷോട്ടുകൾ എടുക്കുന്നതിനുള്ള ദാരിദ്ര്യമായിരുന്നു. അതിപ്പോ ഈ കഴിഞ്ഞ കളിയിൽ 2 പിടച്ചു. ന്വാനറി ആണെങ്കിലും അടുപ്പിച്ചുള്ള കളികളിലായിട്ട് ഇപ്പൊ ലോങ് സ്ക്രീമർ ഗോൾസ് ഒക്കെ നേടുന്നുണ്ട്. സോ ആ ഒരു അറ്റംപ്റ്റ് ഈ ഒരു മത്സരത്തിലും കുറച്ച് ആദ്യമേ കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും. നമ്മൾ ആദ്യത്തെ നിമിഷം തുടങ്ങി തന്നെ അറ്റാക്ക് കാണിക്കേണ്ടി വരും. ലോ ബ്ലോക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ പൊസിഷനും കീപ്പ് ചെയ്ത് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ പറഞ്ഞ പോലെ പൊസിഷനും പിടിച്ച് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി കഴിയുന്നു പോകും. അവർക്ക് ചിലപ്പോൾ അവർക്ക് ഇനി ഗോൾ അടിക്കേണ്ട ആവശ്യമില്ല. 2 ഗോളിന് ലീഡുണ്ട്. സോ ലോ ബ്ലോക്ക് പിടിച്ച് നിന്നാൽ മാത്രം മതി അവർക്ക്. ഷോട്ട് എടുക്കാനുള്ള ധൈര്യം കാണിക്കുക, ചാൻസസ് എടുക്കുക. 50% 50%. ഇപ്പൊ സ്കെല്ലിയൊക്കെ എടുത്തില്ലേ, പന്ത് കൊണ്ട് ചാർജ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക ഗോൾ നേടാനായിട്ട്. അതേപോലെ തീരുമാനം ബാക്കിയുള്ള സീനിയർ പ്ലേയേഴ്സും കാണിക്കുക. ഹാവേർഡ്സ് സിറ്റേഴ്സ് മിസ് ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. പിന്നെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വലിയൊരു ചെറിയൊരു ബ്രേക്ക് വരുന്നുണ്ട്. നമുക്ക് FA കപ്പ് ഇല്ലാത്ത കാരണം ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ടീമിൽ വലിയ അഴിച്ചുപണി ചെയ്യാണ്ട് ഇപ്പൊ സിറ്റിക്കെതിരെ കളിച്ച ടീമിൽ തന്നെ മേ ബി കലഫിയോറി എങ്ങനെ വരെയായിരിക്കും, ചിലപ്പോൾ സ്കെല്ലിക്ക് വരും, അതെനിക്കറിയില്ല. അതേപോലെ റൈറ്റ് വിങ്ങിൽ മാർട്ടിനിക്ക് വരും, ചിലപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാം, പറയാൻ പറ്റില്ല. അതല്ലാതെ വലിയൊരു ചേഞ്ച് ഡിഫൻസിലോ മിഡ്ഫീൽഡിലോ വലിയൊരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നില്ല. വലിയ കാര്യമായിട്ട് സ്ട്രക്ചർ പൊളിക്കാതെ തന്നെ ഫുൾ എന്താ പറയാ പോസിറ്റീവ് മെന്റാലിറ്റിയിൽ അറ്റാക്കിംഗ് മെന്റാലിറ്റിയിൽ കളി സ്റ്റാർട്ട് ചെയ്യുക, ചാൻസസ് എടുക്കുക. നമുക്ക് ഇതില് സത്യം പറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് സിറ്റി ആയിട്ട് ജയിച്ച കളി വെച്ച് നോക്കുമ്പോൾ ആ മെന്റാലിറ്റി ഇതിൽ കാണിക്കുക. ബ്രിങ് ഫസ്റ്റ് ഒരു ആദ്യത്തെ 10-15 മിനിറ്റിനുള്ളിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുക, അവരെ റാറ്റിൽ ചെയ്യുക. സോ അവര് ആ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തിരിച്ച് അറ്റാക്ക് ചെയ്യും. ബ്രിങ് ബാക്ക് ദ അറ്റാക്ക്. നമ്മൾ തിരിച്ച് പിന്നെ ഫോഴ്സ്ഫുള്ളി അവരെ ലോ ബ്ലോക്കിൽ നിന്ന് മാറ്റുക.
വിത്തിൻ ദ ഫസ്റ്റ് ഹാഫ് 2 എണ്ണം മിനിമം വിത്തിൻ ദ ഫസ്റ്റ് ഹാഫ് അല്ലെ 70th മിനിറ്റിനുള്ളിൽ 2 എണ്ണം സ്കോർ ചെയ്ത് അവരെ കൊണ്ട് സ്കോർ ചെയ്യിപ്പിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അവര് റാറ്റിലാവും. അവര് സ്കോർ ചെയ്യാൻ നോക്കും, നമുക്ക് പിന്നെ ചാൻസസ് കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 ദിവസത്തെ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് യു ക്യാൻ ബ്രിങ് ഇൻ പ്ലേയേഴ്സ്, അവർക്ക് റെസ്റ്റ് കിട്ടും ഈ കളി കഴിഞ്ഞിട്ട്. സിമ്പിൾ ആസ് ദാറ്റ്. ആ ഒരു തോട്ട് പ്രോസസ്സിൽ കളിക്കാൻ പറ്റുവാണെങ്കിൽ ആർസണൽ ക്യാൻ ഡു സംതിങ് എന്ന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ബ്രോ നമുക്ക് ഈ വീഡിയോ പതുക്കെ എൻഡ് ചെയ്യാം. പ്രഡിക്ഷൻസ് വെച്ച് നമുക്ക് പതുക്കെ കാരബാവ് കപ്പിന്റെ പ്രഡിക്ഷൻസ് എന്താണ്? അജിൻ ബ്രോ ഒരു പ്രഡിക്ഷൻ പറയൂ മറ്റന്നാളത്തെ കളിയിൽ. ന്യൂകാസിൽ ആർസണൽ അവിടെ ഇല്ല, ജോലിൻസൺ ഇല്ല അവരുടെ. എനിക്ക് തോന്നണു എന്റെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോ പെനാൽറ്റി വരെ പോയേക്കാം. ഓക്കെ, 2-2 ആയാലും 2-0 ടു ആർസണൽ, പിന്നെ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട്. ഓക്കെ, അഗ്രിഗേറ്റ് 2-2 കാരണം അവര് ഇച്ചിരി അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മള് വേറെ കൈൻഡ് ഓഫ് വേയിലായിരിക്കും കളിക്കാൻ പോണത്. സോ ഡെഫിനറ്റ്ലി 2-2 ആകാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും. ഓക്കെ, അലക്സ് ബ്രോ? എനിക്ക് ചെറിയൊരു എഡ്ജ് നമുക്ക് കൊടുക്കാം, വേണമെങ്കിൽ ഒരു 3-0 വിക്ടറി നമുക്ക്. പക്ഷെ അല്ല, 3-0 വിക്ടറി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രിഗേറ്റിൽ 3-2 എന്ന രീതിയിൽ മീൻസ് ഒറ്റ കളിയിൽ 3 ഗോൾ അടിച്ച് കാരണം നമ്മള് എനിക്ക് എന്തുകൊണ്ട് അത് പുഷ് ചെയ്യാൻ തോന്നുന്നു. കാരണം ഒരു ഓൾ ഔട്ട് അറ്റാക്കിങ്ങിലേക്ക് ടീം പോകാൻ ചാൻസ് ഉണ്ട്. ബ്ലണ്ടർ ആട്ടോ, ശരിക്കും ബ്ലണ്ടർ പ്രഡിക്ഷൻ ആണ്. കാരണം ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത പ്രഡിക്ഷൻസ് ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സിറ്റിയുടെ കളിയിൽ 2-1 ഞാൻ പറഞ്ഞത്, കളി 5-1 അതുകൊണ്ട് ബ്ലണ്ടർ പ്രഡിക്ഷൻ ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-0 വിക്ടറി ആർസണൽ കിട്ടണം. ഈ കാണിക്കുന്ന മെന്റാലിറ്റിയുടെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമെങ്കിൽ അങ്ങനെ വിക്ടറി വേണം. പക്ഷെ അജിൻ ബ്രോന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഈ സിറ്റി മാച്ചിന് മുമ്പാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിച്ചിരുന്നേനെ. മേ ബി പെനാൽറ്റിയിലേക്ക് പോയേനെ. ലൈക്ക് 2-0 വിക്ടറി ആർസണലിന് വന്നാൽ പെനാൽറ്റിയിലേക്ക് ഉള്ള ചാൻസ് അത് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ഈ കളിയിൽ ആ കാണിച്ചൊരു മെന്റാലിറ്റി, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് കാണിച്ചൊരു മെന്റാലിറ്റി എനിക്ക് ചെറുതൊരു വെച്ച്. നമ്മൾ ഒരു ഗോളിനെങ്കിലും ശരി, ചിലപ്പോൾ അവരൊന്നും തിരിച്ചടിച്ചേക്കാം, എന്നാലും സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഒരു ഗോള് നമ്മൾ ഒരു ഗോളിന്റെ എഡ്ജിൽ നമ്മൾ കയറി പോകുമെന്ന് തോന്നുന്നു. എന്റെ എക്സ്പെക്ടേഷൻ 3-1 ആണ്. ഒരു പെനൽറ്റി ഷൂട്ട് ഔട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 3-1 എന്തായാലും നമ്മൾ 2 അടിക്കും, അവരൊരെണ്ണം അടിക്കും, നമ്മൾ ഫിനിഷ്. അങ്ങനെയാണ് എന്റെ എക്സ്പെക്ടേഷൻ. 3-1 2 പെനൽറ്റീസ്. പിന്നെ ലക്ക് എന്താണ് നടക്കാൻ പോണെന്ന് ദൈവത്തിന് അറിയാന്നുള്ള സീനാണ്. പെനാൽറ്റി വന്നാൽ പിന്നെ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല. ബാക്കി പെനൽറ്റി നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു അല്ല, സിനിമ. പെനാൽറ്റിയില് എനിക്ക് മറ്റേ ഇതില് നെറ്റോക്ക് ഇറങ്ങാൻ പറ്റും. എങ്ങനെയാണ് നെറ്റോ കപ്റ്റൈഡാ, നെറ്റോക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇല്ല, റായ തന്നെയാ. അപ്പം റായക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, നെറ്റോ പറ്റില്ല. സോ നേരത്തെ പറഞ്ഞില്ലേ പ്ലാനിങ് ഇല്ലാത്തതിന്റെ കാര്യം പറഞ്ഞില്ലേ, കപ്പില് കളിപ്പിക്കാൻ വേണ്ടി ഒരു ബാക്കപ്പ് കീപ്പർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയില്ലേ. എന്തായാലും നമുക്കൊരു 3-1 ആണ് എന്റെ പ്രഡിക്ഷൻ ആ ഗെയിമിൽ. സോ ലെറ്റ്സ് ഹോപ്പ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. അജിൻ ബ്രോ എന്തായാലും ബിസി തിരക്കുകളുടെ ഇടയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ വളരെയധികം താങ്ക്സ്. ഹോപ്പ്ഫുള്ളി നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഇന്ന് പെട്ടെന്ന് മെസ്സേജ് ഞാൻ വിചാരിച്ചു നാളെ എന്തെങ്കിലും ആണോന്ന് വിചാരിച്ചു. ഇതിപ്പോ ഞങ്ങളുടെ എല്ലാ സമയത്തും ഇങ്ങനെയാണ് ഒരു ചില സമയത്ത് പെട്ടെന്ന് ഈ ടൈം ഒക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇനിയും കണ്ടുകൂടാം. അപ്പം അലക്സ് ബ്രോ താങ്ക് യു. നമുക്ക് ഇനി ഒരു ഡിസ്കഷൻ പോസ്റ്റ് മാച്ച് അല്ലെങ്കിൽ ഒരു വാച്ച് ലോങ് നോക്കാം. See you guys. Thank you. Good night. Good night.